ക്ലാസ് ആയിട്ട് കടന്നു വരുന്നതിന് സഹായിക്കുന്നു. ഇതിനായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ധ്യാസമയത്ത് പ്രകാരം ദൈവിക വചനം പഠിക്കുവാനായിട്ട് ഒരു അവസരം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുന്ന മഹാകൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സുകൾക്ക് കാരണമായിരിക്കുന്ന ഗീഗൺ തിയോളജിക്കൽ സെമിനാരിക്കായി, അതിന്റെ ഫൗണ്ടർ പ്രസിഡന്റിനായും മറ്റ് എല്ലാ ഓഫീസ് ബിയറേഴ്സിനായും പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഹൃദയം കൊടുത്തിരിക്കുന്ന ദൈവിക ദർശനത്തിനും ദൈവിക കാഴ്ചപ്പാടിനുമായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമായ നിലകളിൽ നടക്കപ്പെടുവാൻ സഹായിക്കുന്ന അനേകർക്ക് ദൈവവചനം പഠിക്കുവാനും പ്രിയപ്പെട്ടതായിരിക്കുന്ന മേഖലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും ദൈവത്തോടൊന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ ഈ കൗൺസിലിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ അഭിഷിദ്ധദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട തിരക്കുകളുടെ നടുവിലും സമയം കണ്ടെത്തി പ്രകാരം വചനം പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അനുഗ്രഹങ്ങളും എല്ലാവരുടെ മേൽ നൽകണമേ. ജോയിൻ ചെയ്ത എല്ലാവർക്കായും പ്രാർത്ഥിക്കുന്നു. ഇനിയും കടന്നു വരാനായിട്ടുള്ളവരുണ്ട്. അവരും എത്രയും വേഗം കടന്നു വരുവാൻ ദൈവം സഹായിക്കണം. സകല മഹത്വവും ബഹുമാനവും പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ക്രൈസിസ് കൗൺസിലിംഗ് എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിന് എന്താണ് കൗൺസിലിംഗ് എന്നതും കൗൺസിലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൗൺസിലിംഗിന്റെ നിർവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. എന്താണ് കൗൺസിലിംഗ് എന്ന് ഒരു വ്യക്തിക്ക് തന്നെ മനസ്സിലാക്കാനും സ്വയം തിരിച്ചറിയാനും ശരിയായ തീരുമാനം എടുക്കുവാനും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്നത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി. അപ്പോ ക്രൈസിസ് കൗൺസിലിംഗ് എന്നത് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചു അല്ലേ. അപ്പോൾ എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ് എന്നുള്ളത്? അപ്പോ ക്രൈസിസ് കൗൺസിലിംഗ് എന്നത്, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് നിയന്ത്രണ ബോധം വീണ്ടെടുക്കാനും ഒരു പ്രതിസന്ധി അനുഭവിച്ചതിന് ശേഷം സാധാരണ പ്രവർത്തന നില പുനഃസ്ഥാപിക്കാനും സഹായിക്കുക എന്നതാണ് പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗിന്റെ പ്രധാന ലക്ഷ്യം, അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ്. ക്രൈസിസ് കൗൺസിലിംഗിന്റെ മലയാളം പ്രതിസന്ധി ഘട്ട ഉപബോധനം അല്ലെങ്കിൽ കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിംഗ്. ഓക്കെ. അപ്പോൾ ക്രൈസിസ് കൗൺസിലിംഗിന്റെ നിർവചനമാണ്, ഡെഫിനിഷനാണ് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് നിയന്ത്രണ ബോധം വീണ്ടെടുക്കാനും, അതെഴുതിയല്ലോ, ഒരു പ്രതിസന്ധി അനുഭവിച്ചതിന് ശേഷം സാധാരണ പ്രവർത്തന നില പുനഃസ്ഥാപിക്കാനും സഹായിക്കുക. എന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ക്രൈസിസ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ട ഉപബോധനം എന്നത് പ്രതിസന്ധിയിലായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിയന്ത്രണ ബോധം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഈ ക്രൈസിസ് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നുള്ളത് ചില ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കാനായിട്ടിടയായി. അതിൽ ചിലത്
അതിന്റെ അതിൽ ചിലതാണ്. ഉദാഹരണം, പ്രിയപ്പെട്ടവരുടെ വേർപാട്, പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, അതുപോലെ തന്നെ ഫാമിലി കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൊഴിൽ നഷ്ടം, പ്രകൃതി ദുരന്തങ്ങൾ, ആത്മഹത്യ ചിന്തകൾ എന്നിത്യാദി കാര്യങ്ങൾ ഒരു വ്യക്തിയെ പ്രതിസന്ധി ഘട്ടത്തിലാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ആ വ്യക്തിയിൽ ഒരു നിയന്ത്രണ ബോധം അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അത്തരം ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് സാധാരണയായിട്ട് തന്റെ പ്രവർത്തന നില പുനഃസ്ഥാപിക്കാൻ ആ വ്യക്തിയെ സഹായിക്കുന്ന ഒരു അടിയന്തര സഹായം അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇനി ഇത് എന്താണ് പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗ്, അല്ലെങ്കിൽ എന്തിനെയൊക്കെ ഇത് സൂചിപ്പിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ക്രൈസിസ് എന്നത്, പ്രതിസന്ധി എന്നത് സന്തുലിതാവസ്ഥ തകരാറിലായ ഏതൊരു സംഭവത്തെയും സൂചിപ്പിക്കുന്നു. പ്രതിസന്ധി എന്നത് സന്തുലിതാവസ്ഥ തകരാറിലായ ഏതൊരു സംഭവത്തെയും സൂചിപ്പിക്കുന്നു. അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധി ആയിരിക്കാം. ഓക്കെ, അത് ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ, നിയന്ത്രിതാതീതമായി വരുമ്പോൾ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് അടിയന്തരമായി നൽകുന്ന ഒരു സഹായമാണ് ഈ പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗ്. അത് ഒരു സന്തുലിതാവസ്ഥ, അല്ലെ? പ്രതിസന്ധി എന്നത് സന്തുലിതാവസ്ഥ തകരാറിലായ യാതൊരു സംഭവത്തെ അത് സൂചിപ്പിക്കും. അപ്പോ ഇത്തരത്തിലുള്ള ഈ ക്രൈസിസ് കൗൺസിലിംഗ് സാധാരണയായി പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് നമ്മൾ നൽകുന്നത്, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് നേരിട്ടുള്ളതും പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഹ്രസ്വകാല കൗൺസിലിംഗ്. അപ്പോൾ മറ്റ് കൗൺസിലിങ്ങളെ പോലെ ഒത്തിരി സെഷൻ ഇതിന് കാണത്തില്ല. ഇത് അടിയന്തരമായിട്ട് വേഗത്തിൽ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് നേരിട്ട് അത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നൽകുകയും അത് ഹ്രസ്വകാലം, അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അവർക്ക് പരിഹാരം, എങ്ങനെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകാൻ കഴിയും, ആ പരിഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായിരിക്കും ഇത്തരത്തിൽ അല്ലെങ്കിൽ ക്രൈസിസ് നേരിടുന്ന വ്യക്തികൾക്ക് നൽകപ്പെടുന്ന കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ തന്നെ വെള്ളപ്പൊക്കങ്ങൾ, മറ്റ് ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആൾക്കാരെ മാറ്റി പാർപ്പിക്കും, അല്ലെ? സ്കൂളുകളിലോ മറ്റ് ഓഫീസുകളിലോ ഇതര സ്ഥാപനങ്ങളിലോ ഒക്കെ മാറ്റി പാർപ്പിക്കും. ഓക്കെ, അത്തരത്തിലുള്ളവർ അനുഭവിക്കുന്ന പ്രതിസന്ധി പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള, പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു, അവരുടെ സമ്പത്ത് നഷ്ടമായി പോകുന്നു, അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോകുന്നു, അല്ലേ? അപ്പോ അത്തരത്തിലുള്ളവർക്ക് അടിയന്തരമായിട്ടുള്ള ഒരു സഹായം, അല്ലെ? അപ്പോൾ കൗൺസിലിങ്ങിന് പല ടെക്നിക്കുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ ബഹുമാനിക്കുക, പിന്നെ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു അവബോധം, ഒരു എഡ്യൂക്കേഷൻ അവർക്ക് നൽകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള സ്റ്റെപ്സ്, ടെക്നിക്സ് ഉണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി ഘട്ട കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ മറ്റ് മുഖപോരകളൊന്നും ഇല്ലാതെ വ്യക്തിയെ കോൺസെൻട്രേറ്റ് ചെയ്ത്, വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് പരിഹാരം ഉണ്ടാകുന്ന രീതിയിൽ, ഇത്തരത്തിൽ അവർക്ക് പരിഹാരം വേഗത്തിൽ ലഭിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കൗൺസിലിങ്ങുകൾ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് പ്രയോജനകരമാണ്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും വ്യക്തികൾ വൈകാരികമായി അമിത ഭാരത്തിലാകുകയും പ്രശ്ന പരിഹാരത്തിൽ നേരിട്ടുള്ള കഴിവിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത്തരം കൗൺസിലിംഗ് വളരെ വ്യക്തികൾക്ക് പ്രചോദനം നൽകും, അല്ലെങ്കിൽ പ്രയോജനമാണ്. എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും
ഈ പ്രയാസങ്ങൾ നേരിടുമ്പോൾ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ അത് നിയന്ത്രിക്കാനും ഒക്കെ കഴിയാത്ത ഒരവസ്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ അതിജീവിക്കണമെന്നും അത്തരത്തിലുള്ള പ്രശ്ന പരിഹാരം എങ്ങനെ ആകണം എന്നുള്ള ചിന്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ടൈമിങ്ങിൽ അല്ലെങ്കിൽ ആ തക്ക സമയത്തുള്ള വാക്ക് അവരെ ആ ക്രൈസിസിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് നിഷേധാത്മകമായ ചിന്തകൾ അവരുടെ ഉള്ളിൽ ഉടലെടുക്കുന്നതിന് മുമ്പ് അവരെ സഹായിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ഈ സൂയിസൈഡ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നോക്കുമ്പോൾ, ആത്മഹത്യയൊക്കെ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ ജീവിക്കാൻ ഉള്ളവരാണ്. നമ്മൾ ചിന്തിക്കുക അവർ ജീവിച്ച് മടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തതെന്ന്. പക്ഷേ മനഃശാസ്ത്രപരമായി അവരെ പഠിക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി, അതായത് നോർമൽ സാധാരണയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒത്തിരി ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എന്താണ്? ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരുടെ ഭാവിയെ നോക്കും. ഇനി ഇത്രയും കാലം എനിക്ക് ഞാൻ ജീവിച്ചിരുന്നാലും ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, അതിനേക്കാൾ ഞാൻ എന്ത് ചെയ്യണം, എന്നെ തന്നെ ഞാൻ ഇല്ലാതാക്കാം എന്നുള്ള ചിന്തയാണ്. ഒരിക്കലും ജീവിച്ച് കൊതി തീർന്നിട്ടല്ല ആരും ഈ ആത്മഹത്യ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നത്, അല്ലെ? അപ്പോ മനുഷ്യരായിട്ടുള്ള എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മരിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ? കുഞ്ഞുകുട്ടി മുതൽ നമ്മുടെ ഈ പ്രായം വരെ കർത്താവ് ഇനി മരിച്ചെങ്കിൽ മതിയായിരുന്നു, ഇതൊന്നും കേൾക്കണ്ടല്ലോ, കാണണ്ടല്ലോ, ഇതൊന്നും അനുഭവിക്കണ്ടല്ലോ എന്ന് മനസ്സിലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരായിരിക്കുമല്ലേ നമ്മളെല്ലാവരും. പക്ഷെ അത്തരത്തിലുള്ള പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോട് ഇരിക്കുന്നത്. ഏലിയാവും പ്രാർത്ഥിച്ചല്ലേ, കർത്താവ് ഇനി മതി, എന്റെ ജീവൻ എടുക്കണേ. അപ്പോ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കാത്തതിനും നന്ദി ദൈവത്തോട് പറയണം, അല്ലേ? ഓക്കെ. അപ്പോ എന്ന് പറഞ്ഞാൽ അത്രയും പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അത്തരം ചിന്തകൾ വരുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് വളരെ പ്രയോജനകരമാണ്. കാരണം പലപ്പോഴും വ്യക്തികൾ വൈകാരികമായി അമിത ഭാരത്തിലാകുകയും പ്രശ്ന പരിഹാരത്തിലും നേരിടുവാനുള്ള അല്ലെങ്കിൽ ആ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള കഴിവ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുമ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള കൗൺസിലിംഗ് അവരെ ഒന്ന് ചിന്തിക്കാനും പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രശ്നത്തിലുള്ള പരിഹാരം വേഗത്തിൽ കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികൾക്കും പ്രതിസന്ധി നേരിടുന്നത് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും ഒക്കെ ആയിരിക്കാം. ഒരു പ്രതിസന്ധി നേരിടുന്ന പലപ്പോഴും ഒരു വ്യക്തിയുടെ തങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമുള്ള ലോകത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ ലംഘിക്കപ്പെടാൻ കാരണമാകുന്നു. ധാരാളം പഠനങ്ങൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ട്, ഒരു അസോസിയേഷൻ ഉണ്ട്. ഈ അസോസിയേഷന്റെ പഠനം അനുസരിച്ച് ഒരു പ്രതിസന്ധി നേരിടുന്നത് പലപ്പോഴും ഒരു വ്യക്തിയുടെ തങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള അടിസ്ഥാന വിശ്വാസങ്ങൾ ലംഘിക്കപ്പെടാൻ കാരണമാകുമെന്ന് ഈ അമേരിക്കൻ കൗൺസിലിംഗ് അസോസിയേഷൻ പറയുന്നു. അവരുടെ പഠനം, ആ സ്റ്റഡി വിഭാഗം പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ പ്രതിസന്ധി നേരിടുമ്പോൾ പലപ്പോഴും വ്യക്തിയുടെ തങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, നമ്മളൊരു വ്യക്തിയെ കൂടുതലായിട്ട് വിശ്വസിക്കും, പക്ഷെ ആ വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ ആ സമൂഹത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നിയന്ത്രണാതീതമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ തങ്ങളെക്കുറിച്ചും തങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെക്കുറിച്ചും ഒരു അവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം പ്രശ്നക്കാരൻ, പക്ഷേ നമുക്ക് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രതിസന്ധി നേരിടുന്ന വ്യക്തി ആ സമൂഹത്തെ മുഴുവനും പ്രശ്നക്കാരെന്ന് ചിത്രീകരിക്കും, അല്ലേ? ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്, അല്ലേ? പെന്തക്കോസുകാർ മതം മാറ്റാൻ തിരിയുന്നവരാണെന്ന്.
പക്ഷെ നമ്മൾ മതം മാറ്റുന്നില്ല അല്ലയോ? നമ്മൾ സത്യം പറയുമ്പോൾ അവരുടെ മനസ്സ്, അവർക്ക് ബോധം ഉണ്ടാകുന്നു, മനം തിരിയുന്നു, അത്ര തന്നെ അല്ലേ? പക്ഷേ ഒന്നോ രണ്ടോ പേർ ചെയ്യുന്ന കുറ്റത്തിന് എന്തൊക്കെ സമൂഹം മുഴുവനും മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റക്കാരാണ് അല്ലേ? പല സ്ഥലങ്ങളിലും, നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലും ഓപ്പൺ എയർ ആയിട്ട് എന്തോ പരസ്യങ്ങൾ നടത്താനായിട്ട് കഴിയുന്നില്ല. ഉം. അല്ലേ? അവർക്ക് തെറ്റിദ്ധാരണയാണ്, ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, നിങ്ങളുടെ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ടെന്നാ പറയുന്നത്. നമ്മുടെ സുവിശേഷം ആരും നമ്മൾ ഒരിക്കലും പറയും, നമ്മൾ കർത്താവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഓക്കെ, ഒരു തെറ്റിദ്ധാരണയാണ്. യെസ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൗൺസിലിങ്ങിന്റെ അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ ചില ലക്ഷ്യങ്ങൾ. ദ എയിം ഓഫ് ക്രൈസിസ് കൗൺസിലിംഗ്. ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ ലക്ഷ്യങ്ങൾ. അപ്പോ ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രതിസന്ധി ഘട്ടത്തിലുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വൈകാരിക പിന്തുണയും സഹായവും നൽകുക എന്നതാണ് ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ അടിസ്ഥാന ലക്ഷ്യം. വ്യക്തിക്ക് വൈകാരിക പിന്തുണയും സഹായവും നൽകുക എന്നതാണ് ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ ലക്ഷ്യം. പ്രതിസന്ധി ഘട്ടത്തിലുള്ള വ്യക്തിക്ക് വൈകാരിക പിന്തുണയും സഹായവും നൽകുക എന്നതാണ് ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം. അപ്പോൾ എന്താണ് ക്രൈസിസ് കൗൺസിലിംഗ്? നമ്മൾ നേരത്തെ പഠിച്ചു. അറ്റ്ലീസ്റ്റ് ആ ഡെഫിനേഷനെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് നിയന്ത്രണബോധം വീണ്ടെടുക്കാനും ഒരു പ്രതിസന്ധി അനുഭവിച്ചതിന് ശേഷം സാധാരണ പ്രവർത്തന നില പുനഃസ്ഥാപിക്കുന്നതിനും വേണ്ടി വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് പ്രതിസന്ധി കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ്. അപ്പോ ഓക്കെ, ഈ പ്രതിസന്ധികൾ എപ്പോഴും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസം വന്നോണ്ടിരിക്കും അല്ലെ? പക്ഷെ ആ വ്യക്തിയെ, പ്രതിസന്ധി വരുമ്പോൾ വ്യക്തിയെ എങ്ങനെയാണ് അഭിമുഖീകരിക്കാനായിട്ട് നമ്മൾ വ്യക്തിക്കാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്. വ്യക്തിയെ എങ്ങനെ സഹായിക്കും, അല്ലെങ്കിൽ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള അവസ്ഥ എങ്ങനെ അതിലൂടെ അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് വൈകാരിക പിന്തുണയും സഹായവും നൽകുക എന്നുള്ളതാണ് ക്രൈസിസ് കൗൺസിലിംഗിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇതിന് ചില സബ് പോയിന്റ്സുകളുണ്ട്, ചില പോയിന്റുകളുണ്ട്. എന്താണ് ക്രൈസിസ് കൗൺസിലിംഗിന്റെ ലക്ഷ്യമെന്ന്? ഒന്ന്, വ്യക്തിയെ ശാന്തമാക്കുക. വ്യക്തിയെ ശാന്തമാക്കുക. അപ്പോ ഈ ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം, പലതരത്തിലുള്ള പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തി വൈകാരികമായും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒത്തിരി എന്തുവാ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ക്രൈസിസ് കൗൺസിലിംഗിന്റെ എയിം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയെ ശാന്തമാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ആ വ്യക്തിയെ ശാന്തമാക്കാനായിട്ട് കഴിയും. ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് പ്രാധാന്യത ഉണ്ടാകുകയില്ല. നമ്മുടെ സാന്നിധ്യം തന്നെ ചിലപ്പോൾ അവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും അല്ലെ? അപ്പോ ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പല ചോദ്യചിഹ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പല ചോദ്യങ്ങൾ, എന്തുകൊണ്ട്, എന്ത്, എനിക്കെന്ത് ഇങ്ങനെ വന്നു എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഉണ്ടാകും. പക്ഷെ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് കഴിയുകയില്ല അല്ലെ? ചില ചോദ്യങ്ങൾ നമ്മൾ തന്നെ ചോദിക്കുക, ആ വ്യക്തി പറഞ്ഞത് ശരിയാണ്. പക്ഷെ നമുക്ക് ബൈബിൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനാണെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു മനസ്സ് അല്ലെ? സങ്കീർത്തനത്തിലൊക്കെ വായിക്കുന്ന, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കും. ഓക്കെ, അപ്പോ അസംഖ്യമായിട്ടുള്ള പ്രതിസന്ധികൾ ഒരു ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ ഉപദേശിക്കുമ്പോൾ തന്നെ അത് സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക്
ഈ പഠിച്ച പാഠങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്നും കാണത്തില്ല അല്ലേ? അതാ വിഷയം. നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയും, പക്ഷെ അതേ ഒരു അനുഭവത്തിലൂടെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ ദൈവിക വചനങ്ങൾ മറന്നുപോകും. പക്ഷെ അത്തരത്തിൽ ഈ വചനങ്ങൾ ഉള്ളിൽ ഇരിക്കെ തന്നെ ആ ഒരു അവസ്ഥ, ആ സാഹചര്യം എങ്ങനെ അതിജീവിക്കണം എന്നൊരു സപ്പോർട്ട് നമ്മൾ അടിയന്തരമായിട്ട് നൽകി കഴിഞ്ഞാൽ ആ വ്യക്തി ഒരിക്കലും പിന്മാറി പോവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കൗൺസിലിങ്ങിന്റെ അല്ലെങ്കിൽ ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയെ ശാന്തമാക്കുക. 2, സുരക്ഷയും പ്രത്യാശയും നൽകുക. ക്രൈസിസ് കൗൺസിലിംഗിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് സുരക്ഷയും പ്രത്യാശയും നൽകുക. പ്രൊട്ടക്ഷൻ ആൻഡ് ഹോപ്പ്. സുരക്ഷയും പ്രത്യാശയും നൽകുക. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സാറേ 5 പോയിന്റ് ഉണ്ടല്ലോ. ഇത് പറഞ്ഞായിരുന്നോ? ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം പറഞ്ഞായിരുന്നു. ഓക്കെ, 5 പോയിന്റ് ഉണ്ട്. 3 വികാരങ്ങൾ തുറന്നു പറയാൻ അവസരം നൽകുക. 4 പ്രശ്നത്തെ നേരിടാനുള്ള മാർഗങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് വ്യക്തിയെ കൊണ്ട് വെരി ഗുഡ്. മടങ്ങാൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പോ താങ്ക് യു അമ്മ. ഓക്കെ, അപ്പൊ ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ക്രൈസിസ് കൗൺസിലിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഡെഫിനിഷനാണ് ഒന്നാമതായി നമ്മൾ പ്രതിസന്ധി ഘട്ടത്തിലുള്ള വ്യക്തിക്ക് വൈകാരിക പിന്തുണയും സഹായം നൽകുക എന്നതാണ് അതിന്റെ ഡെഫിനിഷൻ, ക്രൈസിസ് കൗൺസിലിംഗിന്റെ ലക്ഷ്യം. അപ്പോൾ ഈ 5 സബ് പോയിന്റ് ഉണ്ട്. വ്യക്തിയെ ശാന്തമാക്കുക, പിന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള അവസരം നൽകുക, അല്ലെ? അപ്പോ ഈ ഇമോഷൻസ് എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കുമ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും നമ്മൾ പഠിക്കണം, അല്ലെ? അതാണൊരു മെച്യൂരിറ്റി എന്ന് പറയുന്നത്, ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് എന്ന് പറയുന്നത്, മനസ്സെന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായ മനസ്സാണ്, അല്ലെ? ഓക്കെ, അവർ എന്തിനും ഏതിനും അവർ നിഷ്കളങ്കതയോടുകൂടെ പെരുമാറും. പക്ഷേ ചിലപ്പോൾ വികാരങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അവർക്ക് മനസ്സിലാകാൻ കഴിയത്തില്ല. പക്ഷെ ഒരു വ്യക്തി വളരുമ്പോൾ തന്നെ ആ ഇമോഷൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി പഠനങ്ങളും ഈ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. പ്രതിസന്ധി ഇടപെടൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് സംഭവത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൈകാരിക പിന്തുണ നൽകുന്നതിനും ക്രൈസിസ് കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോ ഈ ക്രൈസിസ് കൗൺസിലിംഗ് ലക്ഷ്യം എന്ന് പറയുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നതിന്, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്വസ്ഥതകൾ, ശാരീരികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിക്കും, അല്ലേ? BP ഒക്കെ ഉള്ളവർക്ക് ഇച്ചിരി BP കൂടാനായിട്ട് ഇടയാം. അപ്പോ അത് ശരീരത്തിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിംഗ് സംഭവത്തിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൈകാരിക പിന്തുണ നൽകുന്നതിനും ഇനി ആ അനുഭവിക്കുന്ന പ്രതിസന്ധിയെ നേരിടാനായിട്ട് വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലെ? അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ള ജീവകിരീടം പ്രാപിക്കുമെന്ന്. അപ്പോ പരീക്ഷയിൽ നിന്ന് എസ്കേപ്പ് ആകുന്നവരല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല ഭാഗ്യവാൻ, അത് സഹിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. പക്ഷേ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാത്ത ദൈവമാണ്, അല്ലെ? ചിലരൊക്കെ പറയുന്നുണ്ട്, ഓക്കെ, ആ വ്യക്തി ദൈവത്തോട് അത്ര കൂട്ടായ്മ അല്ലായിരുന്നു, അല്ലെങ്കിൽ താൻ ചെയ്ത പാപത്തിനൊത്തവണ്ണമാണ് ശിക്ഷ ലഭിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തിരുന്നെങ്കിൽ, അല്ലെ, നമുക്കിവിടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, അല്ലെ?
പക്ഷെ ദൈവം ദീർഘക്ഷമയും മഹാദയയുമുള്ളതാണ് ദൈവമാണ് അല്ലെ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയുടെ ദയ തന്റെ ഭക്തന്മാരോട് വലുതാകുന്നു അല്ലെ. അപ്പോ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മീയമായ ഭാഷയിൽ പറയും പരിശോധന എന്നല്ലേ. അത് വിശ്വാസത്തിന്റെ ശോധനയാണ്. നമ്മെ നമ്മൾ പാട്ടൊക്കെ പാടും അല്ലെ. നമ്മളെ തകർക്കാനല്ല, മുടിക്കാനല്ല, നമ്മെ പണിതെടുത്ത് നല്ലൊരു പൊന്നാക്കാനാണ്. പക്ഷെ പാടാൻ വളരെ ഈസിയാണ്. ഒരു ശോധന വരണം അല്ലെ, ഒരു തീയുടെ അനുഭവം വരണം. പണ്ടത്തെ പാട്ടാണ്, പഴയ പാട്ടാണ് അല്ലെ. തീച്ചുള്ള സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂമി. ആ വാക്കുകൾ നമ്മൾ ചിലപ്പോ അർത്ഥം ഗ്രഹിക്കാതെയാണ് പാടുന്നത് അല്ലെ. തീച്ചുള്ള സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂമി, ജയിലറ, ഈർച്ചവാൾ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പൊട്ടക്കുഴിയിൽ ആരെങ്കിലും എടുത്തിട്ട് നോക്കണം അല്ലേ. ഒന്ന് കത്തിയെടുത്ത് കാണിച്ചാൽ മതി, പോലീസിലെ കംപ്ലൈന്റ് പറയും നമ്മളല്ലേ. പക്ഷെ നമ്മൾ പാടാൻ വളരെ ഈസിയാണ്. പക്ഷെ ഭക്തന്മാർ ആ പാട്ട് എഴുതിയപ്പോ അവര് ഈ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അല്ലേ, ഇതേതും വന്നോട്ടെ, നമുക്കത് വിഷയമില്ലെന്നുള്ളത്. അപ്പോ പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ള അടിയന്തരമായിട്ടുള്ള കൗൺസിലിംഗ് ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും വൈകാരിക പിന്തുണ നൽകുന്നതിനും വ്യക്തിയുടെ നേരിടൽ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പാടുന്ന ഒത്തിരി ക്രിസ്തീയ ഗാനങ്ങളുണ്ടല്ലേ. മറവിടമാൻ എനിക്ക് യേശുവുണ്ട്, അതില് മറ്റൊരു കന്യകയാണ്. ഓക്കെ, അതിലൊരു ഖണ്ഡിക ഉണ്ട്. അത് വരുമ്പോ നമ്മളത് പാടി വിടുന്നുണ്ട്. പക്ഷെ ആ ഭാഗം വരുമ്പോ യഥാർത്ഥത്തെ അനുഭവത്തിലൂടെ കടന്നുപോയവർ ആ ഭാഗം പാടത്തില്ല അല്ലയോ. ദുഃഖത്തിന്റെ പാനപാത്രം, ദുഃഖത്തിന്റെ പാനപാത്രം കർത്ത, അങ്ങനെ അതെ അതെ. ഇതുപോലുള്ള ഒത്തിരി പഴയ പാട്ടുകൾ അല്ലേ. ഈ പാട്ടൊക്കെ എഴുതിയിട്ട് 100 വർഷം കഴിഞ്ഞു. ഒരുപക്ഷെ നമ്മളെല്ലാവരും ജനിക്കുന്നുണ്ട് ഈ പാട്ടൊക്കെ എഴുതിയതാണ് അല്ലെ. ഭക്തന്മാർ അന്ന് ആ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ എഴുതിയ പാട്ടുകളാണ്. ഓക്കെ ഓക്കെ, ഞാൻ ആ കണ്ണിയാണ് ആലോചിക്കുന്നത്. അപ്പോ വേറൊരു പുതിയ റീസെന്റ് ആയിട്ടൊരു പാട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്, എന്തിനെന്ന് ചോദിക്കുകയില്ല അല്ലേ. പരീക്ഷ ജീവിതത്തിൽ വരുമ്പോ ചോദിക്കും, കർത്താവ് എന്നെ മറന്നോ, കർത്താവ് എന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും അല്ലേ. അപ്പോ ഇതൊക്കെ ഞാൻ പറയുന്നത് മറ്റുള്ളവരെ ഉപദേശിക്കാനും പറയാനും ഒക്കെ വളരെ ഈസിയാണ്. പക്ഷെ അത് ജീവിതത്തിൽ വരുമ്പോ ഈ പഠിച്ച കാര്യങ്ങളും ഈ തിയറിയൊക്കെ മാറിപ്പോകും അല്ലേ. നമുക്ക് അറിയാതെ തന്നെ നമ്മൾ ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് അല്ലെ. നമ്മൾ ഒരിക്കലും ദൂതന്മാരല്ല. പക്ഷെ ദൈവം അതിന് അതിജീവിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകുമെന്നാണ് പറയുന്നതിന്റെ കാര്യം. ഓക്കെ ഓക്കെ. അപ്പോ ഇനി അടുത്ത് പറയുമ്പോൾ ക്രൈസിസ് കൗൺസിലിംഗ് കൂടുതൽ ഇത് നേരിട്ടുള്ളതാണ്. പ്രതിസന്ധി ആദ്യം പരിഹരിക്കാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോ മറ്റു കൗൺസിലിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ക്രൈസിസ് കൗൺസിലിംഗ് ഡയറക്റ്റ് അതിനുള്ള സൊല്യൂഷൻ നൽകാനായിട്ട് വ്യക്തിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അപ്പോ പലതരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് അല്ലെ. ടീനേജ് കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ ബിഹേവിയറൽ പെരുമാറ്റ വൈകല്യമുള്ള വ്യക്തികൾക്ക് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, അഡിക്ഷൻ കൗൺസിലിംഗ് ഉണ്ട്, അതുപോലെ ഫാമിലി കൗൺസിലിംഗ് ഉണ്ട്, പ്രീമെരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കൗൺസിലിംഗ് ഉണ്ട്, ചൈൽഡ് കൗൺസിലിംഗ് ഉണ്ട് അല്ലെ. ഇങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഈ കൗൺസിലിംഗിനെല്ലാം ഓരോ സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സ് ഓരോ ഘട്ടം കഴിഞ്ഞിട്ടാണ് പരിഹാരം. ഒരിക്കലും സൊല്യൂഷൻ ആദ്യമേ കൊടുക്കത്തില്ല. പക്ഷെ വ്യക്തിയെ കൊണ്ട് അതിനു വേണ്ടി എക്വിപ്പ് ചെയ്യുക. അപ്പോ അവരെ പ്രയാസങ്ങൾ തുറന്നു പറയുന്നതിലൂടെ അവരെത്രത്തോളം അത് സിൻസിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയുന്നു, അത്രത്തോളം അവർക്ക് എന്ത് ചെയ്യും, ആ പ്രയാസത്തെ അതിജീവിക്കുവാനായിട്ടുള്ള ഒരു ഇൻസൈറ്റ് അവർക്ക് തന്നെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാനായിട്ടിടയാണ്. അപ്പോ ഈ ക്രൈസിസ് കൗൺസിലിംഗിനെ സംബന്ധിച്ചിടത്തോളം അത് നേരിട്ടാണ് നൽകുന്നത്. ഓക്കെ, മറ്റ് കൗൺസിലിംഗ് ഒരു പരിധി വരെ നമുക്ക് ഫോണിലൂടെയൊക്കെ
ഒക്കെ ആകാം. പക്ഷേ ഈ ക്രൈസിസ് കൗൺസിലിംഗ് നമുക്ക് നേരിട്ട് വ്യക്തിയെ കണ്ട് കൗൺസിലിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും ഫലവത്തായി തീരുന്നത്. അത് ആദ്യം അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന പരിഹാരങ്ങൾ നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ. അപ്പോ ഇപ്രകാരം ഇത്തരം കൗൺസിലിംഗ് ചെയ്യുന്നതിലൂടെ ദീർഘകാല കൗൺസിലിംഗിൽ പരിഹാരങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള നടപടികളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ക്രൈസിസ് കൗൺസിലിംഗ് കൊണ്ട് നമ്മൾ നേരിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവർ വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ പരിഹാരം നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തന്നെ ഇത് ഒരു ഹ്രസ്വകാല പരിഹാരമാണ്. അപ്പോൾ തന്നെ ആ പരിഹാരം നേടുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു സന്തുലിതാവസ്ഥ, ഒരു സ്ഥിരതമായ ഒരു അവസ്ഥ കൈവരിക്കാനുള്ള നടപടികളും വ്യക്തി സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മറ്റ് കൗൺസിലിങ്ങിനെ പോലെ തന്നെ ക്രൈസിസ് കൗൺസിലിംഗ് നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ, വിലയിരുത്തലുകൾ, ചികിത്സ എന്നിവയൊക്കെ നൽകും. എന്നാൽ ഇവ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് കൂടുതൽ പ്രത്യേകമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചില പ്രതിസന്ധികൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം അത് ഉത്കണ്ഠയിലേക്ക്, ആൻസൈറ്റിയിലേക്ക് വഴി നടത്തും. ചിലവരെ അത് ഡിപ്രഷനിലേക്ക്, അല്ലെ, ഉണ്ടോ? മറ്റു ചിലരെ അത് സ്ട്രെസ്സിലേക്ക്, സമ്മർദ്ദത്തിലേക്ക്, അല്ലെ, അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് അവരുടെ ദൈനംദിന ജീവിതത്തെ പോലും അത് ബാധിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാകും. ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ, ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള മനസ്സില്ല, അല്ലെ, മനസ്സില്ലാത്ത ഒരവസ്ഥ. ചിലർക്ക് അവരുടെ പെരുമാറ്റത്തിൽ തന്നെ അവരെ കൊണ്ട് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകാം. ഈ വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ വെറുതെ ഇരിക്കുന്ന വാഹനത്തെ സ്റ്റാർട്ട് ചെയ്ത് റൈസ് ചെയ്യുക, അല്ലെ, സ്പീഡിൽ അങ്ങ് എടുത്തിട്ട് പോകുക. പിന്നെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പാത്രങ്ങളെല്ലാം തേച്ച് കഴിക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും ഒന്നുകൂടെ എടുത്ത് എല്ലാം കൂടെ വാഷ് ബേസിൽ ഇടുക, വീണ്ടും എടുത്തിട്ട് കഴുകുക. അലമാരയിലെ തുണിയെല്ലാം ക്ലിയർ ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും, വീണ്ടും എല്ലാം കൂടെ വലിച്ചിറക്കി എന്ത് ചെയ്യുക, ബെഡിലിടുക, വീണ്ടും ഫോൾഡ് ചെയ്യുക. ഇതെല്ലാം ഇതിൻ്റെതായ ഈ സംഘർഷത്തിൽ നിന്നുള്ള ഒരു ഉണ്ടാകുന്ന പെരുമാറ്റ രീതികളാണ്. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങിന് ഈ കൗൺസിലിങ്ങിലും ഒരു പരിമിതികളുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൽ ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ചിലർക്ക് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട അവസ്ഥകൾ പോലും ഉണ്ടാകാം. ട്രീറ്റ്മെന്റ്, മെഡിസിൻ, ഒരു കൗൺസിലർ ഒരിക്കലും മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. അത്തരം വ്യക്തികൾ ലൈസൻസ്ഡ് ആയ, എക്സ്പീരിയൻസിലുള്ള സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ നമ്മേക്കാൾ അറിവുള്ള മറ്റൊരു വ്യക്തിയോട് അടുക്കിലേക്ക് നമ്മൾ റെഫർ ചെയ്യുക ആണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിഷാദമൊക്കെ ഒത്തിരി, അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ ഒത്തിരി ബാധിച്ച വ്യക്തികൾക്ക്, ഡിപ്രഷനോ സ്ട്രെസ്സോ ഒക്കെ ഒത്തിരി, അത് നെർവ്സുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ട്രീറ്റ്മെന്റ് നൽകിയെങ്കിലേ അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുകയുള്ളൂ. ഓക്കെ. കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുന്നത് ഏതൊരു സാധാരണ വ്യക്തിക്കാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ തുറന്നു പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ചയാണ്. അപ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ അവർക്ക് തുറന്നു പറയാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ തന്നെ പറഞ്ഞാലും ചിലപ്പോൾ ഓരോ കാര്യങ്ങളും ഒന്നിൽ നിന്ന് ഓരോന്നായിട്ട് വ്യത്യസ്തമായിരിക്കും, അല്ലെ. എന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. തുടങ്ങുന്ന ഒരിടത്തായിരിക്കും, പിന്നെ സംസാരം പോകുന്നത് മറ്റൊരു ലെവലിലായിരിക്കും, എൻഡ് അപ്പ് ചെയ്യുന്നത് ആ വ്യക്തിയെയും കേൾക്കുന്നവരെയും സംബന്ധിക്കാത്ത കാര്യത്തിലായിരിക്കും, അല്ലെ. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു പെരുമാറ്റം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ്. പ്രതിസന്ധി അത്രയും കൂടിയിട്ട് അവരെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സിംറ്റംസ്, ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്.
ഇനി ഓക്കെ ഓക്കെ ഇനി ഈ ക്രൈസിസ് കൗൺസിലിങ്ങിന് 4 പ്രധാന ഘട്ടങ്ങളായി വിഭജിക്കുന്നു. ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ 4 ഘട്ടങ്ങൾ. ഒന്ന്, സാഹചര്യം വിലയിരുത്തുക. ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ 4 ഘട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി മനസ്സിലാക്കുന്നത്. ഒന്ന്, സാഹചര്യം വിലയിരുത്തുക. ഈ സാഹചര്യം വിലയിരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഘട്ടത്തിൽ ഒരു കൗൺസിലർ ക്ലയന്റിനെ ശ്രദ്ധിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും കൗൺസിലിയോട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിൽ വരുന്ന വ്യക്തിയോട് അല്ലെങ്കിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തിയോട്, അത് നമുക്ക് ക്ലയന്റ് എന്ന് പറയാം, കൗൺസിലി എന്ന് പറയാം, ഓക്കെ, അല്ലെങ്കിൽ കക്ഷി എന്ന് പറയാം, എന്ത് പിന്തുണയാണ് വേണ്ടതെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ, ഒരു പ്രതിസന്ധിയിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ, അത്തരത്തിൽ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു കൗൺസിലർ ഈ വ്യക്തിക്ക് എന്താണ് അടിയന്തരമായിട്ട് വേണ്ടിയതെന്ന് വിലയിരുത്തുകയും അപ്പോൾ തന്നെ വേണമെങ്കിൽ, ആവശ്യഘട്ടമെങ്കിൽ ഈ വ്യക്തിയോട് തന്നെ, ഈ ക്ലയന്റിനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഇത്തരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ എങ്ങനെ പരിഹാരം കണ്ടെത്താമെന്ന് താങ്കൾ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ടാണ് കൗൺസിലറുടെ മുന്നിൽ ഇരിക്കുന്നത്, അല്ലേ? അപ്പോ ചിലപ്പോൾ നോ എന്നായിരിക്കും ആൻസർ, ഇല്ല എന്നായിരിക്കും ആൻസർ. അപ്പോ കൗൺസിലർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ വ്യക്തി ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോ അത്തരത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവരെന്ത് ചെയ്യാം? ഒന്ന് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോ ഏതൊരു വ്യക്തിക്കും താങ്ങാനാകാത്ത ഒരു വേദനയാണ് പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട്, അല്ലേ? അപ്പോൾ നമുക്ക് തന്നെ ഒരു ചോദ്യം ഉണ്ടാകും. നമ്മൾ പത്രമാധ്യമങ്ങൾ എടുക്കുമ്പോൾ, അല്ലേ, ഓരോ പേജ് മറിക്കും, അതിൽ നിര്യാതരായി അല്ലെങ്കിൽ മരണ വാർത്ത അറിയപ്പെടുന്ന പേജ് ഒരു പേജ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ വായിക്കും, അല്ലേ? വായിച്ചിട്ട് ഓരോ പേരും വായിക്കും. വായിച്ച ശേഷം നമ്മൾ പ്രായം നോക്കും, അല്ലേ? ഓക്കെ, 60, 70, 80, ഒക്കെ 40, 30, 25 വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകത്തില്ല. ഒന്ന് അല്പം കൂടെ നിന്ന് വായിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോൾ നമ്മുടെ മക്കളുണ്ടാകാം, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ ഏജിലുണ്ടായിരിക്കാം, അല്ലെ? പെട്ടെന്ന് അങ്ങനെ ചിന്തകൾ പുറകിലോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ പാവം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. പക്ഷേ ആ ദുഃഖ വാർത്തയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്തുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വായിച്ചിട്ട് പാവം എന്ന് പറയത്തില്ല, അല്ലെ? അതിന്റെ വേദന, ആ ഒരു വേർപെട്ട വേദന നമ്മൾ അനുഭവിക്കും, അല്ലെ? നമ്മൾ ആ പെയിൻ നമ്മളിലൂടെ കടന്നു പോകും. അപ്പോൾ അതാണ് അത്തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടവർക്കറിയാം, അല്ലെങ്കിൽ നേരിടുന്ന സാഹചര്യം വരുമ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ അലട്ടുന്നു. അപ്പോ ഇത്തരത്തിൽ സാഹചര്യം വിലയിരുത്തി അവരെ എന്ത് ചെയ്യുക? കൂടുതലും ഈ മരണ അല്ലെങ്കിൽ ഭവന ഈ മരണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ ചിലരൊക്കെ ഒത്തിരി അങ്ങ് വിഷമത്തിലും നിലവിളിലും ആയിരിക്കും, അല്ലെ? അപ്പോൾ അവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന പാസ്റ്റർമാരോ അല്ലെങ്കിൽ അച്ഛന്മാരോ ഒക്കെ ചിലവര് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളവര് മൗനമായിട്ട് നിൽക്കും, അല്ലേ? ഇവരുടെ ഇമോഷൻ ഒന്ന് പ്രകടിപ്പിക്കട്ടെ എന്ന്. പക്ഷെ മറ്റു ചിലർ പറയും, നിങ്ങളിപ്പോ കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പാടത്തില്ല, ഞങ്ങൾ പ്രസംഗിക്കത്തില്ല എന്ന് പറയും. ഒരു പക്ഷേ കൂടെ നിൽക്കുന്നവരൊക്കെ അവരെ ശാന്തമാക്കും, പക്ഷേ അവരുടെ വേദന, അവരെ ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല, അല്ലേ? അതവര് നിർബന്ധമായിട്ട് അടക്കി വെക്കുന്നു. പക്ഷെ എല്ലാവരും പോയ ശേഷം ആ വേദന അവർക്ക് വീണ്ടും വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷെ ഇമോഷൻസ്, ആ പെയിൻഫുൾ അന്തരീക്ഷം അവർക്ക് പ്രകടിപ്പിക്കാനായിട്ട് ഒരു അവസരം നമ്മൾ കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അത് ആ സാഹചര്യം വിലയിരുത്തുക, ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബോധവൽക്കരിക്കുക. ഒരു പ്രതിസന്ധി നേരിടുന്നവർ പലപ്പോഴും അവരുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ആ സാഹചര്യത്തെ മറികടക്കാൻ സ്വീകരിക്കാവുന്ന നടപടികളെക്കുറിച്ചും വിവരങ്ങൾ തേടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഒരു ക്രൈസിസ് കൗൺസിലർ അവരെ സഹായിക്കും.
എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് പ്രതിസന്ധി നേരിടുന്നവർ പലപ്പോഴും അവരുടെ നിലവിലെ ആ, ആ, അവസ്ഥയെക്കുറിച്ചും ആ സാഹചര്യത്തെ മറികടക്കാൻ സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും അവർ വിവരങ്ങൾ തേടാറുണ്ട്. എന്തുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു രോഗം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആ, അത്തരം ആ വ്യക്തിക്ക് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓ, എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഒരു സിംറ്റംസും ഇല്ല, ഒരു പനി പോലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും മാരകമായ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നത് എന്നൊരു ചോദ്യം അവരോട് തന്നെ ആദ്യം ചോദിക്കും, പിന്നെ ദൈവത്തോട് ചോദിക്കും. ചിലപ്പോൾ ഈ രോഗലക്ഷണം കണ്ടുപിടിക്കുന്ന ഡോക്ടറോട് ഇവർക്ക് ദേഷ്യമായിരിക്കും, അല്ലേ? ഓ, ഡോക്ടർ വെറുതെ പറയുന്നതാണെന്നല്ലേ. അപ്പോ ബൈസ്റ്റാൻഡേർഡോടോ അല്ലെങ്കിൽ കൂടെ പോകുന്നവരോടൊക്കെ ഈ ഡോക്ടർ രോഗത്തിന്റെ വിവരങ്ങളും ലക്ഷണങ്ങളും ഒക്കെ വിവരിച്ച് പറയുമ്പോൾ ഇവരും അവരോട് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഇവരോട് തന്നെ ദേഷ്യം ഉണ്ടാകാനായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു കൗൺസിലറിന്റെ സഹായത്തോടുകൂടെ അതിനെപ്പറ്റിയുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ ഘട്ടം എന്ന് പറയുന്നത് പിന്തുണ വാഗ്ദാനം ചെയ്യുക, സപ്പോർട്ട്, പിന്തുണ വാഗ്ദാനം ചെയ്യുക. അപ്പോ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഒരു വ്യക്തി വളരെ വൈകാരികമായിട്ട് പറയുമ്പോൾ ആ കക്ഷിയോട് കൗൺസിലർ എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും, ഓക്കെ, ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതെല്ലാം സമൂഹത്തിൽ ഓരോ വ്യക്തികൾക്ക് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ വരാവുന്ന പ്രതിസന്ധികളാണ്. അതിലൊരു പ്രതിസന്ധിയാണ് നിങ്ങൾക്ക് നേരിട്ടുള്ളത്. ഇതിന് പേടിക്കാനില്ല, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അത്തരത്തിലുള്ളവർക്ക് എന്ത് ചെയ്യണം? അവരെ ആശ്വസിപ്പിക്കണം, അല്ലെ? നോ പ്രോബ്ലം, ഇതിനും മെഡിസിൻ ഉണ്ട്, ഇത് ട്രീറ്റ്മെന്റിലൂടെ മാറാനായിട്ട് കഴിയും, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് കരുതുന്ന വ്യക്തികളാണല്ലോ കൂടെ ഉള്ളതെന്നുള്ള ഒരു വൈകാരികമായ പിന്തുണ അവരെ നൽകുകയും പ്രതീക്ഷകൾ, അവർക്ക് പുതിയൊരു പ്രതീക്ഷ, ഹോപ്പ് അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ചില രോഗികളെ കാണാൻ പോകുമ്പോൾ ചിലർ പറയും, അല്ലേ, എന്താ അസുഖം, ഡോക്ടർ എന്താ പറഞ്ഞേ? അപ്പോ അവര് രോഗം പറയും, അല്ലേ? അപ്പോൾ ചിലര് പറയും, അല്ലേ, ഇന്ന രോഗം വന്നാണ് എൻ്റെ വീട്ടിനടുത്തുള്ള വ്യക്തി ഇന്ന രോഗം വന്നിട്ടാ മരിച്ചതെന്ന്, അല്ലേ? അപ്പൊ നാളെ മരിക്കേണ്ട വ്യക്തി ഇന്നേ മരിക്കും. അങ്ങനെയുള്ളവര് ഹോസ്പിറ്റലൊന്നും വിസിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാണെങ്കിൽ പോലും നോ പ്രോബ്ലം, എൻ്റെ അറിവിൽ ഇതുപോലുള്ള രോഗം ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അവര് ഡോക്ടർമാർ പറയുമ്പോൾ തന്നെ അവർ സൗഖ്യമായി പോയിട്ടുണ്ട്. ഇത് പറയാൻ അറിഞ്ഞുകൂടെങ്കിലും മിണ്ടാതെങ്കിലും നിൽക്കാൻ പറ്റുമല്ലേ? നമുക്ക് വാടച്ചെങ്കിലും മിണ്ടാതെ നിൽക്കാൻ പറ്റുമല്ലേ? ഒന്ന് അവരുടെ മാനസിക അവസ്ഥ ഒരു രോഗത്തിലൂടെ, ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്തവരായിരിക്കും പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട അവസ്ഥ വരുന്നത്. അപ്പോൾ അവർ കടന്നു പോകുന്ന മാനസിക അവസ്ഥ എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോ അവിടെ പോയി ഡോക്ടറെക്കാളും നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ രോഗിക്ക് അവരുടേതായ എന്തുവാ അവരോട് തന്നെ ദേഷ്യം ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്തുണ വാഗ്ദാനം ചെയ്യുക, അവരെ ഒന്ന് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. അപ്പോ ഈ നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ മാറും, ഇതിലൂടെ ദൈവം എന്തോ നല്ലത് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള ഭാവി പ്രതീക്ഷകളും വ്യക്തിക്ക് പറയുക എന്നുള്ളതാണ്, വ്യക്തിയോട് പറയുക എന്നുള്ളതാണ്. ഇനി വാർദ്ധക്യമായിട്ട് കിടക്കുന്ന ഒരു അപ്പച്ചനോടാണെങ്കിൽ പോലും, ഒരു പിതാവിനോടോ മാതാവിനോടാണെങ്കിൽ പോലും അവരും ആഗ്രഹിക്കുന്നത് എന്താ? അവർക്കും ഇനിയും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയും ഒരു 10 വർഷം കൂടെ, അല്ലെങ്കിൽ ഒരു കുറെ വർഷം കൂടെ അവർക്കും ജീവനോടെ ഇരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം, അല്ലേ?
എന്റെ വലിയപ്പച്ചൻ പപ്പയുടെ പപ്പ 90-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. അപ്പോ 89-ാമത്തെ വയസ്സിൽ എന്റെ കസിൻ ഒരു കുഞ്ഞ് ജനിച്ചു. അപ്പോ അപ്പച്ചന്റെ ആഗ്രഹമാണ് ഈ കുഞ്ഞിനെ കൊണ്ട് അപ്പച്ചന്റെ കയ്യിൽ കൊടുത്തു കുഞ്ഞിനെ കാണാൻ വേണ്ടി. അപ്പൊ കണ്ണ് ശരിക്കും കാണത്തില്ലെങ്കിലും കുഞ്ഞിനെ സൂക്ഷ്മയോടെ നോക്കിയിട്ട് അപ്പച്ചൻ പറയുകയാണ്, ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഭാഷയിൽ പറയാണ്, ഇതിന്റെ ഇക്കാലത്ത് എനിക്ക് കാണാൻ പറ്റുമോ എന്ന്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിഞ്ഞൂടാ. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ തന്നെ വയസ്സ് 89-ആയി. പക്ഷെ അപ്പച്ചൻ ആരോഗ്യവാനായിരുന്നു, നല്ല പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു വലിയപ്പച്ചൻ. പക്ഷെ പിറ്റേ വർഷം മരിക്കാനായിട്ടിടയായി. അപ്പോ ഓരോ വ്യക്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവർ എന്തുവാ എത്ര വയസ്സാണെങ്കിലും അവരുടെ ആഗ്രഹത്തിനൊന്നും മാറ്റം ഉണ്ടാകുന്നില്ല, അല്ലേ? അപ്പോ നമ്മൾ ചിന്തിക്കും, ഓക്കെ ഇത്രയൊക്കെ വയസ്സായില്ലയോ, ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ല, നമ്മളോട് പറയും ഇനിയും നിങ്ങൾ ആയുസ്സോടെ ഇരിക്കും, ദൈവം അതിനുള്ള അവസരം തരും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ആശ്വാസം അവർക്ക് തന്നെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ട്, അല്ലേ? അപ്പോ അപ്പൊ ഈ 4 ഘട്ടമാണ് ക്രൈസിസ് കൗൺസിലിങ്ങിന്റെ 4 ഘട്ടങ്ങൾ. 1, സാഹചര്യം വിലയിരുത്തുക. 2, ബോധവൽക്കരിക്കുക. 3, പിന്തുണ വാഗ്ദാനം ചെയ്യുക. 4, നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. ഇതിൽ ഈ പോയിന്റിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സ് എന്നാണ്. അതായത് ക്രൈസിസ് ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നാണ് മലയാളത്തിൽ. ഇംഗ്ലീഷ് പറയുന്നതാണ് എളുപ്പം, അതുകൊണ്ട് ആദ്യം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് എന്നാണ്. ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്, മലയാളത്തിൽ ക്രൈസിസ് പ്രതിസന്ധി ഇടപെടൽ. ഓക്കെ, 4-മത്തെ ഒന്നുകൂടെ പറയാം. നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്നതാണ്. പ്രതിസന്ധി നേരിടാനായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കുക. നേരിടാനുള്ള 1, സാഹചര്യം വിലയിരുത്തുക. 2, ബോധവൽക്കരിക്കുക. 3, പിന്തുണ വാഗ്ദാനം ചെയ്യുക. 4, പ്രതിസന്ധി നേരിടാനുള്ള കഴിവുകൾ വികസിപ്പിക്കുക. ഇത്രയാണ് കൗൺസിലിംഗിന്റെ ക്രൈസിസ് കൗൺസിലിംഗിന്റെ പ്രധാനപ്പെട്ട 4 ഘട്ടങ്ങൾ. ഇനി അടുത്ത ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ, അതായത് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്. ക്രൈസിസ് ഇടപെടൽ സാങ്കേതിക വിദ്യ എന്നതാണ് പ്രതിസന്ധി ഇടപെടൽ സാങ്കേതിക വിദ്യ. അപ്പോൾ എന്താണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് എന്ന് പറഞ്ഞാൽ, ആകസ്മികമായി സംഭവിക്കാവുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തരമായ സഹായ രീതിയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, ഞാനിത് വായിക്കുന്നത് അത് തെറ്റിപ്പോകാതിരിക്കാനായിട്ടാണ്, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പെട്ടെന്ന് ആകസ്മികമായിട്ട് സംഭവിക്കാവുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തര സഹായ രീതിയാണ്. എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട്, അത് ആദ്യം മനസ്സിലാക്കണം. 1, ആകസ്മികമായി ഉണ്ടാകുന്ന ക്രൈസിസ്. ഓക്കെ, ആക്സിഡന്റൽ ക്രൈസിസ് ഉണ്ട്, പിന്നെ ഡെവലപ്മെന്റൽ ക്രൈസിസ് ഉണ്ട്. There are two types of crisis counseling: developmental crisis, accidental crisis. നമ്മുടെ വളർച്ചാ ജീവിതഘട്ടത്തിൽ ഉണ്ടാകുന്ന ക്രൈസിസ്, പ്രതിസന്ധി ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടം, ഇപ്പൊ മനുഷ്യ ജീവിതത്തെ 5 ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെ? ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇൻഫാന്റ്, ചിൽഡ്രൻ, ചൈൽഡ്ഹുഡ്, അഡോളസൻസ്, യൂത്ത് ആൻഡ് ഓൾഡ് ഏജ്, അല്ലെ? 5 ഘട്ടമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോ ഈ ശൈശവം എന്ന് പറയുമ്പോൾ ജനനം മുതൽ
1 2 വയസ്സാണ് അല്ലേ. അടുത്ത് 3 വയസ്സ് മുതൽ 9 അല്ലെങ്കിൽ 11 വയസ്സ് വരെ ബാല്യം, ചൈൽഡ്ഹുഡ് ആണ്. പിന്നെ 13 മുതൽ 19, അത് 20 21 വരെ പോകാം, ടീനേജ് അല്ലെങ്കിൽ യൂത്ത് ആണ്. യൂത്ത് അല്ല, അഡോളസൻസ് ഏജ് ആണ്. ഇതിനെ 3 ഘട്ടമായിട്ട് തിരിക്കും. ഏർലി അഡോളസൻസ്, മിഡിൽ അഡോളസൻസ്, ലേറ്റ് അഡോളസൻസ്. ഓക്കെ, അത് നമ്മൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പഠിക്കും. പിന്നെ അടുത്ത് യൂത്ത് അല്ലെ, 21 മുതൽ 45 വയസ്സ് വരെ വരുന്ന പ്രായം എന്ന് പറയുന്നത് യൂത്ത്, യുവജനമാണ്. പിന്നെ 45 മുതൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വാർദ്ധക്യത്തിന്റെ ആദ്യഘട്ടം, 2ാം ഘട്ടം അല്ലെ, 3ാം ഘട്ടം. അപ്പോൾ ഞാൻ ഉൾപ്പെടെ വാർദ്ധക്യത്തിലേക്ക് തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പോ ചിലർ ചിന്തിക്കും 60 70 വയസ്സാകുമ്പോഴാണ് വാർദ്ധക്യം. അല്ല, 45 വയസ്സോടുകൂടെ നമ്മുടെ യൂത്ത് അവസാനിക്കുക. അതാണ് ചരിത്രം. പക്ഷെ നമ്മൾ എത്ര വയസ്സാണെങ്കിലും 70 വയസ്സാണെങ്കിലും ഐ ആം 70 ഇയർ യങ് എന്നേ പറയാവൂ അല്ലേ, ഓൾഡ് എന്ന് പറയരുത്. ഞാൻ 70 വയസ്സ്, യുവത്വമുള്ള 70 വയസ്സാന്ന് പറയണം അല്ലേ. ഓക്കെ. അപ്പോ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കാണ്. അപ്പോ ഇതില് 2 തരത്തിലുള്ള ക്രൈസിസ് കൗൺസിലിംഗ് ആണ്. ഒന്ന് ഡെവലപ്മെന്റൽ ക്രൈസിസ്, 2 ആക്സിഡന്റൽ ക്രൈസിസ്. അപ്പോൾ ഡെവലപ്മെന്റൽ ക്രൈസിസ് നമ്മുടെ ഈ ജീവചക്രത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതാ സ്വയം വരുത്തി വെക്കുന്ന പ്രതിസന്ധി. അതെ, സ്വയം വരുത്തി വെക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളാണ്. ഓക്കെ. രണ്ടാമത് ആക്സിഡന്റൽ ക്രൈസിസ് എന്ന് പറയുമ്പോൾ അത് പ്രതീക്ഷിത, നമ്മൾ അറിയാതെ അല്ലെ, അറിയാതെ സംഭവിക്കുന്നത് സ്വാഭാവിക മാറ്റം. അസ്വാഭാവികം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിത, അതങ്ങനെ എളുപ്പമില്ല അല്ലെ. ക്രൈസിസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അസ്വാഭാവികമായിട്ടും. അതാ എളുപ്പം. അപ്രതീക്ഷിതം. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ആണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതാണ് വലുതായിട്ടൊന്നും, അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. ഓക്കെ, അപ്പൊ ഇത്രയും കൗൺസിലിംഗ് ഉണ്ട്. അപ്പോ ഈ കൗൺസിലിംഗ്, ഈ ക്രൈസിസ് ടെക്നിക്സ് ഉണ്ട് ഓരോ കൗൺസിലിംഗ് നേരിടാനായിട്ട്. ഓക്കെ, ആരുടെ മൈക്ക് ഓൺ ആയിരുന്നു? ഓക്കെ, ഇപ്പൊ കുഴപ്പമില്ല. അപ്പോ ഓരോ ഈ കൗൺസിലിംഗ് ക്രൈസിസും നേരിടാനായിട്ട് പല ടെക്നിക്സ് ഉണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, സാങ്കേതിക വിദ്യ ഉണ്ട്, ടെക്നിക്സ്. അതിലാണ് ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സ് എന്നത് പറയുന്നത്. അത് ആകസ്മികമായിട്ട് സംഭവിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന മാനസിക വിഷമതയോ മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് നൽകുന്ന അടിയന്തരമായ സഹായ രീതിയാണ്. ആ സെന്റൻസ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതണേ. ആകസ്മികമായി സംഭവിക്കുന്ന മാനസിക വിഷമതയോ അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് മാനസിക അളവുകൾ മറികടക്കുന്ന സംഭവങ്ങളോ നേരിടുന്ന വ്യക്തികൾക്ക് അടിയന്തരമായ സഹായ രീതിയാണ്. ഓക്കെ, അപ്പോ ഈ ഓരോ കൗൺസിലിംഗ് അടിയന്തര രീതിയാണ്, അടിയന്തരമായ സഹായ രീതിയാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സ്. ഓക്കെ, അപ്പോ ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇതിന്റെ അല്ലെങ്കിൽ ഇത്തരം കൗൺസിലിംഗ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിയെ ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ ആഘാതത്തിൽ നിന്നും മോചിപ്പിക്കുക. ഒന്ന്,
വ്യക്തിയെ പ്രതിസന്ധി ഘട്ടത്തിൽ ഉണ്ടായ ഈ ആഘാതത്തിൽ നിന്ന് മോചിപ്പിക്കുക. 2, താൽക്കാലികമായി മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. 1, വ്യക്തിയെ ഈ ക്രൈസിസിന്റെ ആഘാതത്തിൽ നിന്ന്, പ്രതിസന്ധിയുടെ ആഘാതത്തിൽ നിന്ന് മോചിപ്പിക്കുക. 2, മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. 3, പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാൻ സഹായിക്കുക. 3 ലക്ഷ്യമാണ് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിന്റെ ലക്ഷ്യം. 1, വ്യക്തിയെ പ്രതിസന്ധിയുടെ ആഘാതത്തിൽ നിന്ന് മോചിപ്പിക്കുക. 2, താൽക്കാലികമായി മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. 3-ാമത്തെ പോയിന്റ്, പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണ്. ഓക്കെ, 2, 3 ഒന്നുകൂടെ പറയാമോ? ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിസന്ധി ഘട്ടത്തിന്റെ ആഘാതത്തിൽ നിന്ന് മോചിപ്പിക്കുക. 1. 2-ാമത്തത്, താൽക്കാലികമായി മാനസിക സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. ഓക്കെ, മാനസികമായി സമതുലിതാവസ്ഥ കൈവരിക്കാൻ സഹായിക്കുക. 3-ാമത്തത്, പ്രശ്ന പരിഹാര കഴിവുകൾ കൈവരിക്കാൻ സഹായിക്കുക. ഓക്കെ, അപ്പൊ ആ 3 പോയിന്റ് കിട്ടിയല്ലോ. അതാണ് ലക്ഷ്യം. ഇതിന് ഒരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, 1, ഒരു ആക്സിഡന്റിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരാൾ വലിയ മാനസിക ക്ഷതത്തിലാണെങ്കിൽ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റ് അങ്ങേയറ്റം സൂക്ഷ്മതയോടെയും സാന്ത്വനത്തോടെ ഉള്ള ഇടപെടൽ വഴി ആ വ്യക്തിയെ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ പഴയ പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിലൂടെ സാധ്യമാക്കുന്നത്. അപ്പൊ ഞാനത് പറയാം. അപ്പോ ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് ഉപയോഗിക്കുന്നത് എല്ലാ പ്രതിസന്ധി അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന ആകസ്മികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയിലൂടെ ഒരാൾ വലിയ തരത്തിൽ മാനസികമായിട്ടുള്ള ഒരു ആഘാതത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾക്ക് കൗൺസിലർ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു മനോവിദഗ്ധൻ എന്ന നിലയിൽ അങ്ങേയറ്റം സൂക്ഷ്മതയോടും സാന്ത്വനത്തോടെയുള്ള ഇടപെടൽ ഇന്റർവെൻഷൻ വഴി ആ വ്യക്തിയെ പഴയ രീതിയിൽ തിരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു വരാനായിട്ട് സഹായിക്കുന്നതാണ് ക്രൈസിസ് ഇടപെടൽ സാങ്കേതികവിദ്യ എന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി, ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന സംഘർഷിത അവസ്ഥയെ ഒരു കൗൺസിലർ എന്ന നിലയിൽ, ഒരു മനോവിദഗ്ധൻ എന്ന നിലയിൽ ആ വ്യക്തിയെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്ന, സൂക്ഷ്മതയോടെ ആ പ്രശ്നം വിലയിരുത്തി. ഇപ്പൊ മരണം യാഥാർത്ഥ്യമാണ് അല്ലെ? സംശയം ചോദിച്ചോട്ടെ?
അവരെ നമ്മൾ സഹാനുഭൂതിയോടെ നമ്മൾ അവരെ കൗൺസിൽ ചെയ്യുമ്പം അവർക്ക് മെഡിക്കേഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാവും? ഓക്കെ, ആക്ച്വലി അത് ഒത്തിരി ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കൗൺസിലിംഗ് നമുക്ക് അവരെ ചെയ്യാൻ പറ്റും. അവര് തുറന്നു പറയുകയാണെങ്കിൽ, പ്രയാസങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ അവർക്ക് സോൾവ് ആകാൻ പറ്റും. ഇപ്പം ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടോ പ്രതിസന്ധി വരുമ്പോൾ അവർ ആരോടൊന്നും മിണ്ടത്തില്ല, വളരെ സൈലന്റ് ആയിരിക്കും, അല്ലെ? ആരോടൊന്നും മിണ്ടത്തില്ല, വീട്ടിലുള്ളവരോടും അയൽവാസികളോടും ആരോടൊന്നും മിണ്ടത്തില്ല. അത് ഇച്ചിരി ഡേഞ്ചറാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പ്രശ്നം മനസ്സിലിട്ടിരുന്നിട്ടിരുന്ന് അത് ഒരു വിഷാദത്തിലേക്കോ ഒരു സ്ട്രെസ്സിലേക്കോ വഴി ഒരുക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ ചിലപ്പോൾ നമ്മള് സൈക്യാട്രിസ്റ്റിന്റെ അടുക്കിലേക്ക് പോയെങ്കിലേ പറ്റുള്ളൂ. അപ്പോ മരണം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടൊരു പ്രകൃതി സത്യമാണ്, നഗ്ന സത്യമാണ്. പക്ഷേ അത് നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് വരുമ്പോഴാണ് അതിന്റെ വേദനയുടെ ഇന്റൻസിറ്റി കൂടുന്നത്, അല്ലേ? തീവ്രത കൂടുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരി സമയമെടുക്കും. പക്ഷെ നമ്മുടെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകുക, അവരുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും എന്റെ പ്രിയപ്പെട്ടവർ എന്നോട് കൂടെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അവർ നമ്മോട് സംസാരിക്കാനായിട്ട് തുടങ്ങും. സംസാരിക്കുമ്പോൾ പറയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എല്ലാം മരണം നിശ്ചയമാണ്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന് അല്ലെങ്കിൽ സഹോദരിക്ക് അല്ലെങ്കിൽ പ്രിയപിതാമാതാവിന് ദൈവം കൊടുത്ത ആയുസ് ഇത്രയായിരുന്നു, പക്ഷെ നമുക്ക് ഇത് അറിയത്തില്ലായിരുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും ആ ഒരു തീവ്രമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പറഞ്ഞാൽ അത് കേൾക്കത്തില്ല. പക്ഷെ അതിന് ഇച്ചിരി നമ്മൾ സമയം കൊടുക്കണം, അല്ലെ? അവരെ ആ ഇമോഷൻ ഒന്ന് പ്രകടിപ്പിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ റെഗുലർ നമ്മൾ വിസിറ്റ് ചെയ്യുക. നമ്മുടെ സാന്നിധ്യം അവരെ ഒത്തിരി ഹീൽ ചെയ്യും. നമ്മുടെ നിശബ്ദമായിട്ടുള്ള നമ്മുടെ സാന്നിധ്യം അവരോടൊപ്പം നമ്മൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ അവര് പതിയെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഇടയാകുമെന്നുള്ളതാണ്. ഓക്കെ, ഓക്കെ. ഇനി മറ്റൊരു രീതിയാണ് ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക് കൊടുക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തി ഇമോഷണൽ ആയി തളർന്നിരിക്കുമ്പോഴും സമ്മർദ്ദത്തിന്റെ ബാധകളിൽ നിന്ന് മോചിപ്പിക്കാൻ സഹായിക്കേണ്ട ഘട്ടത്തിലാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചിലപ്പോൾ ആ ഇമോഷൻ അവർ അംഗീകരിക്കും, പക്ഷെ അതിൻ്റെതായ വേദന ചിലപ്പോൾ ഉള്ളിൽ ഉണ്ടാകും. എന്നാലും നമ്മൾ ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ ചിലപ്പോൾ അവരോടും അവരുടെ വിശ്വാസത്തോടും ഒക്കെ ചോദ്യചിഹ്നമായിരിക്കും, അല്ലെ? എങ്കിലും ദൈവം എന്നോട് ഇത് ചെയ്തല്ലോ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഈ ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് അവരെ സഹായിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ടെക്നിക്ക് എന്ന് പറയുന്നത് അതിനുള്ള അടിയന്തരമായിട്ടുള്ള സഹായം, മാനസിക സഹായം നൽകുക അല്ലെങ്കിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് ഓരോ വ്യക്തിക്കും ആ ഒരു സ്കിൽ എങ്ങനെ ആ വ്യക്തിയെ, ഇപ്പൊ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിന് നമുക്ക് ഏത് രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് ഹാപ്പി ആകും എന്നുള്ളത് അറിയാം, അല്ലേ? ഓക്കെ, ഒരു കൗൺസിലറെ സംബന്ധിച്ചിടത്തോളം അതാണ് ആദ്യം അതിനുള്ള കഴിവ്. ഒരു വ്യക്തിയെ ഏത് രീതിയിലാണ് അവര് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകണം. അത്തരം ചിന്തകൾ ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ ആ വ്യക്തി കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളത്. ഓക്കെ, അപ്പോ അതാണത് ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്. ഇതില് പ്രധാന ഘടകങ്ങൾ അതും ഓക്കെ. അപ്പോൾ ഇതിനും ഒരു 5 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ശാന്തത ഉറപ്പാക്കൽ, എൻഷുറിംഗ് സേഫ്റ്റി. ക്രൈസിസ് ഇന്റർവെൻഷൻ ടെക്നിക്കിനും പ്രധാന ഘട്ടങ്ങൾ ഉണ്ട്. ഒന്ന്, ശാന്തത ഉറപ്പാക്കൽ, ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എൻഷുറിംഗ് സേഫ്റ്റി.
എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിക്ക് തന്റെ പരിസ്ഥിതി സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുക. പരിസ്ഥിതിന്റെ ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കുകയാണ് എൻഷുറിംഗ് സേഫ്റ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവൈഡിങ് സപ്പോർട്ട്, ആശ്വാസം നൽകൽ. അപ്പോ ഈ ആശ്വാസം നൽകൽ എന്ന് പറയുമ്പോൾ വ്യക്തിയെ മനസ്സിലാക്കിയുള്ള ഒരു സപ്പോർട്ടാണ്. ഓക്കെ, പ്രിയപ്പെട്ടവരുടെ അഗാധമായ പെട്ടെന്നുള്ള വേർപാട് അഗാധമായ ദുഃഖം ഉളവാക്കും. അപ്പോൾ ചിലപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അയൽക്കാരനോ നമ്മുടെ അകന്ന ഒരു ബന്ധുവായിരിക്കും. പക്ഷെ നമ്മൾ ഇടപെടുന്ന വ്യക്തിക്ക് ആ വ്യക്തി ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അപ്പോൾ ആ വേദന നമ്മൾ ഉൾക്കൊണ്ട് വേണം ആശ്വസിപ്പിക്കുക എന്നുള്ളത്. അതാണ് ആശ്വാസം നൽകുക, പ്രൊവൈഡിങ് സപ്പോർട്ട്. സംവേദനപരമായ ആശ്വാസം എന്നാണ്. സംവേദനപരമായ ആശ്വാസം, മനസ്സിലാക്കൽ. മൂന്നാമത്തെ എൻകറേജിങ് എക്സ്പ്രഷൻ, ബോധപൂർവം അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവരെ ബോധവാന്മാരാക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണം ചെയ്യുക എന്നുള്ളതാണ് ബോധപൂർവം ഉള്ള സഹായം, എൻകറേജിങ് എക്സ്പ്രഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലായിരിക്കുന്ന വ്യക്തിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട്, അല്ലെങ്കിൽ അവരെ അഭിമുഖീകരിക്കുന്ന ആ സാഹചര്യം, ഒരു അനുഭവം, ആ എക്സ്പീരിയൻസ് തുറന്നു പറയാൻ ഉള്ള അവസരം നമ്മൾ കൊടുക്കണം. അല്ലെ, ചില കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം കൗൺസിലിംഗ് പറയുന്നത് കേൾക്കാതെ കൗൺസിലർ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെ, അത് പാടില്ല. അപ്പൊ പ്രശ്നത്തിലിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ പ്രയാസങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള അവസരം നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ ഒരു കൗൺസിലർ മിണ്ടാതെ മൗനമായിട്ട് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുക, കേട്ടിരിക്കുക മാത്രമേ ആ കൗൺസിലറുടെ റോൾ. പക്ഷേ പരിഹാരം ആ വ്യക്തിക്ക് തന്നെ അറിയാം ഏത് രീതിയിൽ വേണമെന്നുള്ളത്. അല്ലേ? അപ്പോ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളത്. നാലാമത്തത് പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാര ശ്രമം. പ്രോബ്ലം സോൾവിങ്, പ്രശ്ന പരിഹാര ശ്രമമാണ്. അപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. അപ്പോ ഒരു വ്യക്തി വളരെ സീവിയറായിട്ട് രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാഷ്വാലിറ്റി പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ, നല്ല ഡോക്ടറാണെങ്കിൽ ആ തൽക്കാലം ഒരു പ്രതിവിധിക്കുള്ളത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അല്ലെ? അല്ലാതെ രോഗിയുടെ ഹിസ്റ്ററി എത്ര വർഷം കൊണ്ടുണ്ട്, എത്ര വർഷം കൊണ്ട് ഈ വേദന ഉണ്ട് എന്ന് ചോദിച്ച് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കത്തില്ല. അല്ലേ? അത് നമ്മൾ അല്ലാതെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ നമ്മുടെ ഹിസ്റ്ററി ഒക്കെ ചോദിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെതായ ടെസ്റ്റ് നടത്തിയിട്ട് ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഈ രോഗലക്ഷണം എന്താണെന്ന് മനസ്സിലാക്കി ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കാഷ്വാലിറ്റി പ്രവേശിക്കുന്ന ഒരാളിന് പെട്ടെന്ന് എന്താണ് ആവശ്യം, അടിയന്തരമായിട്ടുള്ള സഹായം കൊടുക്കും. അല്ലേ? അപ്പൊ അതുപോലെ ഈ ക്രൈസിസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ക്രൈസിസ് അനുഭവിച്ചു വരുന്ന വ്യക്തിക്ക് അടിയന്തരമായിട്ട്, അതാണ് പ്രശ്ന പരിഹാരം, പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലം സോൾവിങ്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുള്ളത്. അഞ്ചാമത്തത് തുടർച്ചയായ പിന്തുണ, ഫോളോ അപ്പ് സപ്പോർട്ട്. ഫോളോ അപ്പ് സപ്പോർട്ട്. അപ്പോ ഇവിടെയാണ് എനിക്കൊന്ന് പ്രിയ ജിഗി സിസ്റ്റർ, അല്ലെ, ജിഗി സിസ്റ്റർ ചോദിച്ചത്, ഇവരെ ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യമാണോ എന്നല്ലേ. അങ്ങനെയുള്ളവർ ആവശ്യമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് മറച്ചു വെക്കരുത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വില കുറയുമല്ലോ എന്ന് ചിന്തിക്കരുത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ മറ്റ് നമ്മേക്കാൾ അറിവുള്ള അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് റെഫർ ചെയ്യുക ആവശ്യമാണ്. അതാണ് തുടർച്ചയായ പിന്തുണ. ആവശ്യമെങ്കിൽ മറ്റേതെങ്കിലും ചികിത്സയ്ക്ക് റെഫർ ചെയ്യുക.
ഓക്കെ. ഓക്കെ, ഇതിലേതെങ്കിലും സംശയമുണ്ടോ? Yes. Another 15, സാർ 20. Yeah. ഡെവലപ്മെന്റൽ ക്രൈസിസ് പറഞ്ഞില്ലേ, അതിനൊരു ഉദാഹരണം പറയാമോ? ഡെവലപ്മെന്റൽ ക്രൈസിസ്. ഓക്കെ. അപ്പോ അത് ഇപ്പോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ, മനുഷ്യന്റെ ജീവന്റെ വളർച്ചാഘട്ടങ്ങളിൽ നേരിടാവുന്ന ക്രൈസിസ്. ചിലർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ചിലർക്ക് ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം. അതവരെ ഡെവലപ്മെന്റൽ സ്റ്റേജിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. ചിലർക്ക് കുഞ്ഞുങ്ങളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ പഠനത്തിൽ നിലവാരം പുലർത്താതായിരിക്കാം, പഠിച്ചതിനൊത്തമുള്ള നല്ലൊരു ജോലി ലഭിക്കാത്തതായിരിക്കാം, ഇനി ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ഫാമിലി ലൈഫ്, കുടുംബജീവിതം കിട്ടാത്തതായിരിക്കും, അല്ലെ? ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നടക്കും എന്നുദ്ദേശിച്ചിട്ട് അങ്ങനെ നടക്കുന്നില്ല, അല്ലെ? കാര്യങ്ങൾ നമ്മളെല്ലാം അതിൻ്റെതായ രീതിയിൽ ചെയ്തുവെങ്കിലും അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്രൈസിസ് ആണ്. ഓക്കെ, മനസ്സിലായോ? അതോ ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണോ? സാറേ, ഒരു വ്യക്തി ഇമോഷണലായിട്ട് വല്ലാതെ ഹേർട്ടായിട്ടിരിക്കുമ്പം ഒരു കൗൺസിലർ ആദ്യം ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ ഇതില് ഇമോഷണലി വീക്ക് ആയിരിക്കുമ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ അവരെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? വരുമ്പോ വചനം കൊണ്ടാണോ അതോ? ഒരിക്കലും നമ്മൾ സ്പിരിച്വലൈസ് ചെയ്യരുതെന്ന്. അപ്പോ ഒരു കൗൺസിലറിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കാം. അപ്പോ കൗൺസിലിങ്ങിന് പ്രധാനമായിട്ടും ചില ടെക്നിക്സ് ഉണ്ട്. അപ്പോ നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തി എത്ര പ്രതിസന്ധിയിലൂടെ വന്നാലും നമ്മൾ ആ വ്യക്തിയൊക്കെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്, പ്രശ്നത്തിനല്ല. അല്ലെ, വ്യക്തിയെ ഫോക്കസ് ചെയ്യുക. വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കൗൺസിലിങ്ങിന്റെ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ഇപ്പോ ഒരു കൗൺസിലറെ കാണാൻ വേണ്ടി വരുന്നത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടായിരിക്കുമല്ലോ, അല്ലെ? അപ്പോ ഈ അവരുമായിട്ട് ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രതിസന്ധി അനുഭവിച്ച് വരുന്ന വ്യക്തിയും ചിന്തിച്ചുകൊണ്ട് വരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു കൗൺസിലറെ അടുത്ത് പോവുകയാണ്, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം എല്ലാവരും കൂടെ എന്നെ കൊണ്ടുപോവുകയാണ്. ഇനി ഈ വ്യക്തി എന്റെ പ്രശ്നം പരിഹാരം തരുവോ അതോ എന്റെ പ്രശ്നം കൂട്ടുവോ എന്നുള്ള പലതരത്തിലുള്ള ചിന്തകളിലൂടെ ആയിരിക്കാം വരുന്നത്, അല്ലെ? അപ്പോ ഈ കൗൺസിലറും പ്രിപ്പയർ ആയിരിക്കും. അപ്പോ ആ വ്യക്തിക്ക് ഒരു ക്ലൂ കിട്ടും. ഇങ്ങനെ ഓൾറെഡി അറിയാമല്ലോ, അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു കൗൺസിലറുടെ സഹായം തേടുന്നത്. അപ്പോ ഒന്ന് കാഷ്വൽ ടോക്ക് ആദ്യം ചിന്തിക്കുക. ആദ്യമേ പ്രശ്നക്കാരൻ എന്നുള്ള ആ കണ്ണട അങ്ങ് മാറ്റണം. ആ പ്രശ്നക്കാരൻ എന്നുള്ള ആ രീതി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ടൊന്ന് ഒരു സൗഹൃദത്തിലാകാനായിട്ട് ശ്രമിക്കുക. അത് ഗുഡ് മോർണിംഗ്, രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞോ, ഓക്കെ നമസ്തേ പറഞ്ഞോ, ഒന്ന് ചെയ്യുക. എന്നിട്ട് ഓക്കെ, നിങ്ങൾ കാഷ്വൽ ടോക്ക് ഉണ്ടല്ലോ, എപ്പോഴാ തിരിച്ച്, എങ്ങനെയാ വന്നേ, കഴിച്ചിട്ടാണോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, എന്തോ കഴിച്ചേ എന്നൊക്കെ ചോദിച്ചിട്ട് ഓക്കെ. അപ്പോ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ഇനി വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ ആ ക്ലയന്റ് തയ്യാറാണെങ്കിൽ അതിൻ്റെതായ പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗ് റൂം ഉണ്ടാകും. ശാന്തമായ അന്തരീക്ഷം, മറ്റ് ശബ്ദമോ ഡിസ്റ്റർബൻസോ ഒന്നുമില്ലാത്ത ക്ലിനിക്കൽ റൂം ഉണ്ടാകും. അവിടെ ഇരുന്ന് സംസാരിക്കാൻ വ്യക്തിക്കാണ് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്. അവരുടെ ഇഷ്ടമാണ്. ഓക്കെ, അവർ ഓക്കെ ആണെങ്കിൽ, അല്ല ഇനി വന്നവർ കൂടെ ഇരുന്ന് സംസാരിക്കണം, അങ്ങനെയും അവസരം കൊടുക്കാം. വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് അവരോട് നമുക്ക് കാഷ്വലായിട്ട് സംസാരിച്ച് തുടങ്ങാം. നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഈ ചിന്തയിൽ ഉണ്ടായിരിക്കുന്ന ചിന്തകൾ, ആ ചിന്തകൾ മാറിപ്പോകണം. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയായിട്ട് കൂടുതൽ ഒരു മിങ്കിളായി കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കും അല്ലേ? ഓക്കെ, ഈ വ്യക്തി ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാം എന്നൊരു ചിന്ത ഉണ്ടാകണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? റാപ്പോർട്ട് ബിൽഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ ടോക്കിലൂടെ, ഒരു പുഞ്ചിരിയിലൂടെ, അത് ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള സ്കിൽസ് ആണ്. ഓക്കെ, നമുക്ക് തിയറി അറിയാമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു സ്കിൽസ് ആണ് അല്ലേ? നമ്മൾ ഈ സൈക്കിൾ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളത് ചെയ്യുന്നതിലൂടെയാണ് അല്ലേ? വാഹനം ഓടിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് എക്സ്പീരിയൻസ് ആകുന്നത്. എനിക്ക് സൈക്കിൾ അറിയാമെന്ന് പറഞ്ഞിട്ട് സൈക്കിൾ ഹാൻഡിൽ പിടിക്കണം, പിന്നെ കാലെടുത്ത് വീശി കഴിഞ്ഞാൽ കയറണം എന്ന് പറഞ്ഞ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കൗൺസിലർ ഇപ്പം നേരിട്ട് അന്നേരം നമ്മുടെ അടുത്ത് വരുന്ന അവരെ കൊണ്ട് നമ്മൾ നേരിട്ട് പരിഹാരം പറയിക്കാൻ ശ്രമിക്കണോ, അതോ നമ്മൾ കൗൺസിലർ സപ്പോർട്ട് ചെയ്യണോ? എങ്ങനെ പരിഹരിക്കാം ഈ പ്രശ്നം എന്താണ് വിഷയം? ഒരിക്കലും നമ്മള് കൗൺസിലിന്റെ മറ്റു ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രോബ്ലം അല്ലെങ്കിൽ പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്ന ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പൊ എല്ലാവരും ഒരു പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരി എന്നാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പൊ നമ്മളും ആ ഒരു കൗൺസിലർ എന്ന രീതിയിൽ നമ്മളും പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം എന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചിന്തിക്കും, അയ്യോ ഈ കൗൺസിലറും എന്നെ ഒരു പ്രശ്നക്കാരനായിട്ടാണല്ലോ ചിന്തിക്കുന്നത് അല്ലെ? അപ്പോ നമ്മൾ ഈ കാഷ്വൽറ്റി ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം, താങ്കൾ ഇവിടെ വന്നതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നത്, നമുക്ക് പേരൊക്കെ ചോദിക്കാം. നിങ്ങളുടെ പേരൊന്ന് പറയാമോ? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊന്ന് കാണുകയാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് കൗൺസിലർ ആദ്യം പരിചയപ്പെടുത്തണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയോട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് പേര് മാത്രം പറഞ്ഞങ്ങ് നിർത്തും അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ക്ലയന്റിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയും കാര്യങ്ങൾ നമ്മൾ പറയും. എൻ്റെ പേര് എന്നതാണ്, എൻ്റെ സ്വദേശം ഇവിടെയാണ്, ഞാൻ വിവാഹിതനാണ്, എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് സാവധാനം പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ പകുതിയെങ്കിലും ക്ലയന്റ് എന്ത് ചെയ്യും? പറയല്ലേ, എൻ്റെ പേര് മോസസ് ആണ്, താങ്കളൊന്ന് പരിചയപ്പെടുത്താവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും അല്ലേ? അപ്പൊ അതൊരു ടെക്നിക്കാണ്. അത് സാവധാനം അവർക്ക് പറയാനൊരു സാവധാനം സമയം കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒന്ന് പറയാമോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള സഹായമാണ് താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോ ആ വ്യക്തി പറയുന്നത് ഒന്നുമില്ല, ഞാൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് എന്റെ കൗൺസിലർക്ക് കൊണ്ടുവന്നു, അങ്ങനെ പറയും അല്ലേ? അപ്പൊ നമ്മൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ അവരെ അംഗീകരിക്കുക. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്താ കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്? നമ്മുടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവരുടെ പ്രശ്നത്തിന്റെ തീവ്രത കുറയാൻ വേണ്ടിയിട്ടാണ്, അവരുമായിട്ടൊരു റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൗൺസിലിംഗ് അങ്ങനെയൊന്നും അറിയത്തില്ല, ഞാൻ ബോർഡുകൾ കണ്ടിട്ടുണ്ട്, കൗൺസിലർമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അത്രേ പറയുള്ളൂ അല്ലേ? എങ്കിലും നമുക്ക് ഒരു ക്ലൂ കൊടുക്കാം. എന്താണ് കൗൺസിലിംഗ്? നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയിലുള്ള കാര്യം പറയുക എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവർ പറയും, ചിലപ്പോൾ കൗൺസിലിംഗുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കാം പറയുന്നത്, എങ്കിലും അവർ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അംഗീകരിക്കും. താങ്കൾ പറഞ്ഞ ശരിയാണ്, പക്ഷേ യഥാർത്ഥമായി കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ സുഖത്തിലും ഒരു സാധാരണ വ്യക്തിയെ അവരുടെ വിഷമഘട്ടത്തിൽ വരുമ്പോൾ അവരെ സന്തോഷം നിലനിർത്തുന്നതിനും സാധാരണമായ ഒരു ജീവിതം നയിക്കുന്നതിനും വ്യക്തിയെ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ്. അപ്പോൾ ഈ സഹായം എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ പ്രയാസങ്ങൾ തുറന്നു പറയുന്നതിലൂടെ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ് ആണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ പറയും, എന്നിട്ട് കൗൺസിലിങ്ങിനെ കുറിച്ച് ഒരു സെന്റൻസ്, ഒരു ചെറിയൊരു എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. അപ്പോൾ പ്രതിസന്ധിയോ പ്രയാസമോ ഇല്ലാത്ത ഒരു വ്യക്തിയും ഭൂമിയിലില്ല. ചിലർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, ചിലർക്ക് ഫാമിലി പ്രോബ്ലം ആയിരിക്കാം, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, ചിലർക്ക് മറ്റ് ഭാവിയെ കുറിച്ചുള്ള എന്തെങ്കിലും ആകുലതകളായിരിക്കാം. ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ ചോദിക്കും. അപ്പോ താങ്കൾക്ക് ഇതിൽ ഏത് വിധത്തിലുള്ള സഹായമാണ്? നമ്മൾ പറഞ്ഞ കാര്യം ഓർത്തിരിക്കണം. ഈ വിരല് നമ്മൾ പറഞ്ഞ കാര്യം നമ്മൾ ഓർത്തിരിക്കണം അല്ലെ? ഞാൻ ആദ്യം പറഞ്ഞെന്തോ, ഫിനാൻഷ്യൽ, ഫാമിലി, പിന്നെന്താ ഹെൽത്ത്, പിന്നെ എൻവയോൺമെന്റ്. അപ്പോൾ നമ്മളിത് ഓർത്തിരിക്കണം. അപ്പോൾ അവർ പറയാൻ മടിച്ചു കഴിഞ്ഞാൽ ഇതിലേത് വിഷയമാണ് നിങ്ങൾക്ക്
സഹായം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ പറയാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ അവര് വിരൽ തൊട്ട് കാണിക്കും അല്ലെ, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഒന്നാമത്തെ വിരലാണെങ്കിൽ നമ്മൾ മനസ്സിലാവും, ഓക്കെ, അതിലൂടെ നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് കുറെ അപ്പോഴേക്കും ഏകദേശം ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് കഴിയും. ആ വ്യക്തിക്ക് തന്നെ തോന്നും, ഓക്കെ, ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലറിനെ സഹായിക്കാൻ കഴിയുമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പൊ എല്ലാത്തിനും എല്ലാ കൗൺസിലിങ്ങിനും ഒരേ ഇന്റർവെൻഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതെല്ലാം നമ്മൾ പഠിച്ചു വരണ്ടേ, വ്യത്യസ്തമായിരിക്കത്തില്ലേ? റാപ്പോർട്ട് ബിൽഡിംഗ് പ്രധാനമാണ്. കൗൺസിലിംഗിന്റെ റാപ്പോർട്ട് ബിൽഡിംഗ് പ്രധാനമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ആരും ഡയറക്റ്റ് വന്ന് ഒരിക്കലും ഒരു കാര്യം പറയത്തില്ല, അല്ലെ? ഒരിക്കലും. അപ്പോൾ ആ റാപ്പോർട്ട് ബിൽഡിംഗ് ചെയ്യാതെ അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാതെ ഒരിക്കലും ആരും ഒന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ അവർ തുറന്ന് പറയുന്നതിലൂടെയാണ് ഹീലിംഗ് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈ ക്രൈസിസ് കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം കാര്യങ്ങൾ ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിട്ടായിരിക്കും വരുന്നത്, അല്ലേ? അപ്പോ നമുക്ക് അറിയാം, അവർ പറയാൻ തന്നെ അറിയാം. പക്ഷേ എന്തുവാ, അങ്ങനെയുള്ളവർക്ക് അടിയന്തരമായിട്ടുള്ള സഹായം കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ക്രൈസിസ് ഇന്റർവെൻഷൻ. അപ്പൊ നമ്മളുടെ ഇമോഷണൽ സ്ട്രെസ് ഇവരുടെ മുന്നിലിരിക്കുമ്പോൾ നമുക്കും ഉണ്ടാവുമല്ലോ. അത് നമ്മൾ കൺട്രോൾ ചെയ്യാനൊക്കെ പാടുപെടുത്തും. നമ്മൾ അത് കേട്ട് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു കൗൺസിലർ ആകാൻ പറ്റുന്നത്? നമ്മളൊരു നല്ലൊരു ക്ലയന്റ് ആയാലേ നമുക്കൊരു നല്ലൊരു കൗൺസിലർ ആകാൻ പറ്റുള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ തുറന്ന് പറയണം, ഓപ്പൺ ആയിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയോട് തുറന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിൽ വരുന്ന വ്യക്തിയെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ കടഭാരത്തിൽ മുങ്ങിക്കിടക്കുന്നു, എൻ്റെ അടുത്ത് ഒരു വ്യക്തി വരികയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാനും ആ സെയിം ബോട്ടിലാണെങ്കിൽ എന്താ പറ്റത്തില്ലല്ലോ. ഞാൻ ചിന്തിച്ചോണ്ടിരിക്കും, അയ്യോ ഞാൻ എങ്ങനെ കടം വിട്ടാന്ന് ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴേ ഇടക്കൽ വരുന്നത്, അല്ലേ? ഞാനൊരു കോമഡി ഒരു കാര്യം ഓർമ്മ വരുന്നത്. എൻ്റെ ഒരു അങ്കിള് തലയിൽ മുടിയില്ല, കഷണ്ടിയാണ്. അപ്പം ഈ പത്രത്തിൽ പരസ്യം വന്നിട്ട് കാണാൻ പോയി, ഡോക്ടറെ കാണാൻ പോയി. എന്നിട്ട് ഇതിന് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അങ്കിളിന്റെ അവിടെ വേറൊരു അങ്കിള് കൂടെ പോയി, കൂട്ടിന് വേണ്ടി പോയി. അപ്പോ അടുത്ത അങ്കിളിന്റെ ടൈം വന്നു, ഡോക്ടറെ കാണാൻ പോയി. ബാക്കി എല്ലാവരും ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാണ് ഇറങ്ങി വരുന്നത്. ഈ അങ്കിൾ കയറിയതേ ഉള്ളൂ, പെട്ടെന്ന് ചാടിങ്ങി ഇറങ്ങുന്നു. കൂടെ പോയി അങ്കിൾ എന്തോ കാര്യം, എടാ ഞാൻ തലമുടി ഇല്ലാത്തോണ്ടാവും ഞാൻ പോയത്, അവിടെ എനിക്ക് മരുന്നേരെ ഇരിക്കുന്ന ആളിന്റെ തലയിൽ ഒരു രോമവും ഇല്ല, ഇത് രോമം വരേണ്ട സാധ്യത പോലും ഇല്ല. അപ്പൊ ഇയാളുടെ മരുന്ന് എന്തിനാ ഞാൻ കഴിക്കുന്നത്, വേണ്ട എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കൗൺസിലർ ആകണമെങ്കിൽ നമ്മൾ നല്ലൊരു ക്ലയന്റ് ആകണം, അല്ലെ? നമ്മൾ ഓപ്പൺ ആയിരിക്കണം. അല്ലാതെ നമ്മളൊരു ഒന്നും തുറന്നു പറയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഒരു ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ റിസോൾവ് ആകണം, നമ്മൾ എങ്കിലേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ വിഷയം. അപ്പോൾ തന്നെ കൗൺസിലിങ്ങിന് നമ്മൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ തുറന്ന് പറയാനും പറ്റത്തില്ല. അതിലൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ നമുക്ക് ട്രസ്റ്റ് വർത്തി എന്ന തോന്നുന്ന ഒരു വ്യക്തിയോട് അത് പറയണം, തുറന്ന് പറയണം. പക്ഷെ ഇന്ന സംഭവം ഉണ്ടായി എന്നുള്ളതല്ല പറയേണ്ടത്, നമുക്കുണ്ടായ അതിൽ നിന്നുള്ള റിസോൾവ് നമുക്ക് ഉണ്ടാകണം, അപ്ഡേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അതെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഡൗട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം എന്റെ ചർച്ചിലൊരു സഹോദരൻ 2 വർഷം വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞൊരു 10 മാസമായുള്ളൂ. 10 മാസമായപ്പം ഒരു ഭാര്യയും ഭർത്താവും ജോലിക്കാരായിരുന്നു, ജാർഖണ്ഡിലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഇതുവരെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല, രണ്ടുപേരും നല്ല കമ്പനി, നല്ല ജോലി. പെട്ടെന്ന് രാവിലെ കുഞ്ഞിന് ചെറിയൊരു ഛർദി പോലെ വന്നു. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൗണ്ടർ എന്താണ്, ഹാർട്ട് ബീറ്റ് എല്ലാം കുറഞ്ഞു. അവിടെ നിന്ന് അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെയും പറ്റത്തില്ല. അവർ ഓൾ ഇന്ത്യ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിൽ അമൃതയെ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ഫ്ലൈറ്റ് അവിടെ ചെന്നപ്പോൾ ഇറങ്ങാൻ പറ്റില്ല ഒരു ദിവസം. എന്നിട്ട് ഫ്ലൈറ്റ് തിരിച്ചു പോന്നു. പിറ്റേ ദിവസം ഫ്ലൈറ്റ് അവർ എടുത്തോട്ട് വന്നു, അമൃതയെ കൊണ്ടുവന്നു. വെള്ളിയാഴ്ച കൊണ്ടുവന്നു, ശനിയാഴ്ച കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ ആ പുള്ളിക്കാരി 1 മാസം ആകുന്നേ ഉള്ളൂ. എൻ്റെ മദർ ചർച്ചിലാണ്. പുള്ളിക്കാരി അന്നേരമൊക്കെ പിടിച്ചെന്നെങ്കിൽ ആ ലാസ്റ്റ് ടൈമിൽ ബോധം കെട്ട് അവസരമായി, ഭയങ്കര പ്രശ്നമായി. ഇപ്പോഴും അദ്ദേഹം റിക്കവർ ആയിട്ടില്ല. അപ്പൊ ആ വീട്ടുകാരും റിക്കവർ ആയിട്ടില്ല, ചർച്ചില്ല, വന്നവരല്ല. അതായത് പുതിയ MLA ഒക്കെ വന്നിട്ട് എല്ലാവരും കരയുമായിരുന്നു. ആകെ ഒരു 30 ലക്ഷം രൂപ 6 ദിവസം കൊണ്ട് ചെലവായി. ഒന്നും ചെയ്യാൻ പറ്റി. ആ പുള്ളിക്കാരി ആകെ റിക്കവർ ആയി, ഇനി ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ഉള്ള വലിയ മാനസികാവസ്ഥ. അങ്ങനെയൊക്കെ ഉള്ള സ്റ്റേജ് വരുമ്പം ആരെയും ഇപ്പൊ അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല, കാണാനും തയ്യാറാകുന്നില്ല. വീട്ടിലിപ്പോ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് തിരിച്ചു പോയി, പുള്ളിക്കാരി വീട്ടിൽ തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിയും, ഒറ്റപ്പെട്ടിരിക്കും. അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും?
ഓക്കെ, ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇച്ചിരി ടൈം എടുക്കും. പക്ഷെ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തി ഇരുത്തരുത്. അവരുടെ ചിന്തകൾ ഒത്തിരി നിഷേധാത്മക ചിന്തകൾ വരും. അവരോട് കൂടെ ഒരാൾ ഉണ്ടാകണം. അതാ ഞാൻ പറഞ്ഞ്, ഈ അതീവമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ നിശബ്ദമായ സാന്നിധ്യം അവർക്കത് ഹീലിംഗ് ആണ്. മനസ്സിലായോ? നമുക്കറിയാം എന്തുമാത്രം വേദന അവർക്കുണ്ടെന്ന്. അതുകൊണ്ട് നമ്മളൊന്നും മിണ്ടാൻ പാടില്ല, അവരോട് കൂടെ തന്നെ ഇരിക്കുക. അവരെപ്പോഴാണ് മിണ്ടുന്നത് അതിന് മാത്രം ആൻസർ പറയുക. അപ്പോൾ ഈ ഏകാന്തത ഇരിക്കുന്നത് അവരുടെ വേദന കൂടുന്നതല്ലാതെ കുറയത്തില്ല. അപ്പോ ഒരു ദേവദാസൻ എന്ന നിലയിൽ പാസ്റ്റർക്ക് അത് സജസ്റ്റ് ചെയ്യാം. അവരോടൊപ്പം ഒരാൾ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയാം. ആദ്യം ഒരു പിന്തുണ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒറ്റപ്പെടുമ്പോൾ ജീവിതത്തിൽ ആഗ്രഹിച്ച് കാത്ത് ഇരുന്ന ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു, ജീവിത പങ്കാളി ജോലിയോടുള്ള ബന്ധത്തിൽ പോയി എന്നൊക്കെ പറയുമ്പോഴേ, എന്നൊക്കെ ചിന്ത വരുമ്പോഴേ, അപ്പൊ അവരുടെ ഒരു സാന്നിധ്യമാണ് ആദ്യം വേണ്ടിയത്. ആ ഒരു മാനസികമായ പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി സമയമെടുക്കും. പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പെട്ടെന്നുള്ള സഡൻ പരിഹാരം എന്ന് പറയുന്നത്. അതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ തന്നെ ചിന്തിക്കും, ഓക്കെ, ഇതെല്ലാം ചെയ്തത് സംഭവിച്ചു, എനിക്ക് മാത്രമല്ല. ഇത് നോക്കിക്കഴിഞ്ഞാൽ ജനിച്ചുടനെ കുഞ്ഞ് മരിക്കുന്നു, 2 ദിവസമായി മരിക്കുന്നു, അല്ലേ, ചിലപ്പോൾ 100 വർഷമായിട്ട് മരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമാണ് എന്നൊരു തോന്നൽ അവർക്ക് വരുമ്പോൾ അതിൽ നിന്നൊരു ചിന്ത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ദൈവത്താൽ അസാധ്യം ഒന്നുമില്ല. നമുക്ക് രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവരുടെ മനസ്സ് മാറ്റും, അല്ലേ, മനം തകർന്നവരെ ദൈവം സൗഖ്യമാക്കും, അവരുടെ മുറിവുകളെല്ലാം അവൻ കിട്ടുന്നു, അല്ലേ. പക്ഷെ ആദ്യമേ പോയി അവരുടെ വചനം പറയാൻ കഴിഞ്ഞാൽ അതും ഇറക്കത്തില്ല. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലെ സംശയമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് ഇച്ചിരിയുടെ ലൈവ് ആകും. അപ്പോൾ നമുക്കറിയാത്തുള്ള കാര്യങ്ങൾ പരസ്പരം പറയാനും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മൾ ഒരാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പം ബോറിംഗ് ആയിട്ട് തോന്നും. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് ഓർമ്മയിലിരിക്കും. അത് ഇച്ചിരിയുടെ അറിവ് പകരാനായിട്ട് ഇടയാകും. ഓക്കെ, നിങ്ങളുടെ എല്ലാ സഹകരണത്തിന് നന്ദി. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഇന്ന് പിരിയാം. ഓക്കെ, ലിസിയമ്മ പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാം. ഓക്കെ, താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.